2 മണിക്കൂറായി മൈക്ക് സെറ്റ് ചെയ്യാൻ നോക്കിയിട്ട്. നമുക്ക് മൈക്ക് ഇല്ലാത്തതുകൊണ്ട് പോസ്റ്റായി. അപ്പൊ കാര്യം എനിക്ക് മനസ്സിലായെന്നറിയോ, നമ്മള് ഒരു സാധനം പൈസ ലാഭിക്കാൻ നോക്കും തോറും പണി കിട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ പണ്ട് എനിക്കൊരു നൈക്കിയുടെ ഷൂ ഉണ്ടായിരുന്നു. ആ നൈക്കിയുടെ ഷൂ അന്നത്തെ കാലത്ത് 5,000 രൂപ അങ്ങനെ വന്നു. ഭയങ്കര ഹെവി എമൗണ്ട് ആയിട്ട് എനിക്ക് തോന്നുന്നു. എന്റെ ഒരു വൈറ്റും ബ്ലൂവും മറ്റേ തിക്കൊക്കെ ജോർഡൻസ്, പണ്ടത്തെ ജോർഡൻ. അപ്പൊ അതിന് ഭയങ്കര വിലയായിട്ടാ എനിക്ക് അന്ന് തോന്നിയത്. പക്ഷെ ആ സാധനം എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂളിൽ 8ാം ക്ലാസ്സിലാണ്ട് മേടിച്ചത്. കോളേജിൽ കയറിയിട്ടും ആ ഷൂവിന് ഒരു കുഴപ്പമില്ല. അതിന്റെ കാല് വലുതായോണ്ട് മാത്രം അത് ഇടാതിരുന്നത്. അതിനൊരു പ്രശ്നവും ഇല്ല. അപ്പൊ നമ്മളിപ്പോ ഒരു സാധനം അപ്പം ഇങ്ങനെ വില കുറച്ച് നോക്കി മേടിക്കും. പക്ഷെ ഞാൻ അതേ സമയം ഇപ്പൊ വേറൊരു ഷൂ മേടിച്ചിരുന്നു, ഒരു ലോക്കൽ ബ്രാൻഡ് മേടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു കൊല്ലം കൊണ്ട് അത് ചീത്തയാവും. ഇപ്പൊ ഒരു 1000 രൂപ 1500 രൂപ എന്ന് ജസ്റ്റ് വിചാരിച്ചു, അത് മേടിച്ചു, ഒരു കൊല്ലം കൊണ്ട് ചീത്തയായി. പിന്നെ ഞാൻ 1500 മേടിച്ചു, ചീത്തയായി. അങ്ങനെ ഒരു 3 ഷൂ മേടിക്കുമ്പോ 2 ഷൂ മേടിക്കുമ്പോ ആ നൈക്കിയുടെ ഷൂവിന്റെ വിലയായി. പക്ഷെ നമ്മൾ വിചാരിക്കും മറ്റേത് കൂടുതൽ പൈസയാന്ന്. പക്ഷെ ലോങ് റണ്ണിൽ ഇതാ ലാഭം. അതെ, ബ്രാൻഡ് വാല്യൂ ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. അതാ ഇപ്പൊ നമ്മളിപ്പോ ഈ മൈക്ക് ഇപ്പം നമ്മൾ ആ എക്സ്പെൻസീവ് മൈക്ക് വേണ്ടി നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. ജസ്റ്റ് കണക്ട് ചെയ്യുക, ഉപയോഗിക്കുക. ഇതിപ്പോ നമ്മളത് എടുക്കാൻ മറന്നുകൊണ്ടാണ് എടുത്തു. പക്ഷെ എടുത്തപ്പോ മാറിപ്പോയി. എടുക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ ഒരു ഫോൺ ഓഡിയോ എടുക്കുന്നു, ഒരു ഫോൺ ക്യാമറ, എന്തൊക്കെ തലവേന. ജസ്റ്റ് ഒരു ഇൻകേസ് നമ്മളാ ഈ ലോവർ ഇത് മൈക്കും പൈസ കുറഞ്ഞ മൈക്ക് മേടിക്കുവായിരുന്നെങ്കിൽ എന്തൊക്കെ തലവേന അനുഭവിക്കണം ഒരു വീഡിയോ എടുക്കണം. അത് നമ്മൾ അനുഭവിച്ചു. അതെ, നമുക്ക് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇത് കാരണം മാത്രമാണ് അത് കൊണ്ടുവരാതിരുന്നത്. എടാ ഞാനത് അറിഞ്ഞില്ല. ഞാനത് നോക്കിയപ്പോ എല്ലാം ഒരേപോലെ ഒരെണ്ണം കൊണ്ട്, പിന്നെ അത് 2 കൊണ്ടുവരണ്ടല്ലോ എന്ന് ഞാൻ ഒരെണ്ണം എടുത്തു. ലാഭിക്കാനും നോക്കരുത്. അപ്പൊ നിങ്ങൾ അങ്ങനെ എന്തേലും മേടിച്ച് ഇതുപോലെ മൂഞ്ചിയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? മേടിച്ച് മൂഞ്ചിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ വിഷയങ്ങൾ അതൊക്കെ ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നീ പറ, ഞാൻ അപ്പോഴത്തേക്ക് ആലോചിച്ചില്ല. ഇല്ല, ഞാൻ എപ്പോഴും വില കുറഞ്ഞ സാധനം ഞാൻ ബ്രാൻഡൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാറുള്ളത്. ഇവനല്ലേ നമ്മുടെ 4ാമത്തെ ഫസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്ത് ഞാൻ കഴിഞ്ഞ ദിവസം പോയിരുന്ന ഞാൻ വീഡിയോ എഡിറ്റിങ്ങിന്റെ കാര്യം ഒരു ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു അവൻ ഭയങ്കര എഡിറ്റിങ്, എന്തുവാ കട്ടും കോപ്പി പേസ്റ്റ് എല്ലാം മറ്റേ ക്യാൻവ. ഞങ്ങള് ഡിസ്കസ് ചെയ്ത സാധനം അവൻ ഒറ്റയ്ക്ക് ചെയ്തു. അതെ അതെ, മൗസേ ഞെക്കിയാൻ അവന്. അതെ, അതൊക്കെ സ്കില്ല് വേണം, സ്കില്ല്. ഇത് നിനക്ക് ചെയ്തിട്ട് നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? നൈസായിട്ട് തോന്നുന്നു. എനിക്ക് ആദ്യത്തെ വീഡിയോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ തുടങ്ങുമല്ലായിരുന്നു. അങ്ങനെ അപ്പൊ ആദ്യത്തെ വീഡിയോ ഇത് പഠിക്കാമല്ലോ എന്നുള്ളത് ആദ്യത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു 11 മണിക്കൂർ ഏകദേശമായി. കാരണം അത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ആപ്പ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. സോഫ്റ്റ് മടുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നിർത്തിയിട്ട് പോകും, പിന്നെയും വരും. ഇത് പഠിക്കാൻ കുറെ നാളെടുത്തു. പക്ഷെ ആദ്യത്തെ വീഡിയോ അതിന്റെ 2ാമത്തെ 3ാമത്തെ ഒക്കെ ശുക്ക് എന്ന് നമുക്ക് ചെയ്യാൻ പറ്റി. നമുക്ക് ആ നാക്ക് എല്ലാ പ്രാവശ്യവും നാക്ക് കൂടിക്കൊണ്ടിരിക്കുക. ടെക്നിക്കൽ കോഴ്സ് ആണ് ഇപ്പൊ പറഞ്ഞു. ഇപ്പൊ വീട്ടിലായതുകൊണ്ട് കുറച്ച് പട്ടിയുടെ കൊരയും ബാക്കി വിളിയും നമ്മളെ നാട്ടിൽ ആരും രക്ഷപ്പെടാത്ത ഇതുകൊണ്ട് എന്തേലും തുടങ്ങാൻ പോകും. പോയി പാല് മേടിച്ചിട്ട് വാ, പോയി മീൻ മേടിച്ചിട്ട് വാ, പോയി ആ കടയിൽ പോകും. പഠിക്ക് വെക്കും. നമ്മുടെ കഴിവിനെ എങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാൻ ആരും സമ്മതിക്കുന്നില്ല. ഇതുകൊണ്ട് ആരും രക്ഷപ്പെടാതെ പോയി അധികം നീ ഒന്നും പോകുന്നില്ലേ? പിന്നെ നീ പറഞ്ഞ ആ സാധനം ഞാൻ ഇടയ്ക്ക് ആലോചിച്ചു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു കിട്ടിയിട്ടില്ല. ഞാൻ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം നോക്കി വാങ്ങിക്കാറുള്ളൂ. ബഡ്ജറ്റ് ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതാ പറഞ്ഞ പൈസ കൂടുതലുണ്ടെന്നല്ല പറഞ്ഞ. നമ്മളിപ്പോ പൈസ കോസ്റ്റ് കുറച്ചുള്ള സാധനം വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നോക്കി ക്വാളിറ്റി ഉള്ള സാധനമേ ഞാൻ എടുക്കാറുള്ളൂ. നമ്മള് പണ്ട് തൊട്ടേ ഉള്ള ഒരു പാറ്റേൺ. എനിക്ക് എപ്പോഴും 3 ബ്രാൻഡ്സ് പണ്ട് തൊട്ടേ. ബ്രാൻഡ് ഞാൻ ബ്രാൻഡിന്റെ കാര്യമല്ല, നമ്മളെ പിച്ചക്കാരുടെ കാര്യം പറയുന്നത്. എന്നല്ല, ഞാൻ എന്റെ ബ്രാൻഡ് എന്ന് പറയും. ഞാൻ ചേട്ടന്മാരൊക്കെ എന്നെ ഇടുന്നത് നോക്കി അത് കണ്ടാ ഞാൻ ബ്രാൻഡ് ഇതൊക്കെ പഠിച്ചത്. എന്റെ ബ്രാൻഡ് ചുമ്മാ അഡിഡാസ്, നൈക്കി. ഇത് പിന്നെ വേറെ ബ്രാൻഡൊന്നും ഇല്ലായിരുന്നു എനിക്ക്.
ആ സമയത്ത് ഒരു നൈക്കിയുടെ ഷൂസിന് ഇപ്പം മിനിമം 10,000 രൂപയാവും. 10,000 ബേസിക് നൈക്കി നൈക്കി ഷൂസിന്. എക്സ്പെൻസീവ് ആയി, നൈക്കി അഡിഡാസ് ഒക്കെ എക്സ്പെൻസീവ് ആയി. അഡിഡാസ് മിനിമം ഒരു 8K ഒരു ഷൂ ഒക്കെ മേടിക്കണമെങ്കിൽ. നമ്മളത് പക്ഷെ ലോങ് റണ്ണിൽ ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് ലാഭമാണ്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം 10,000 രൂപ ഒരു ഷൂ മേടിക്കാന്ന് പറഞ്ഞ പാടല്ലേ. അതായത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10,000 രൂപ കൊടുത്ത് വാങ്ങിക്കുന്നതിന് നമുക്ക് ലോ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കപ്പി എടുക്കണത് തപ്പി എടുക്കണം. അത് ഇവിടെ കിട്ടത്തില്ല. ഒരു അടിപൊളി നൈസ് ഉടുപ്പൊക്കെ കിട്ടും. ബ്രാൻഡിന്റെ നമ്മൾ അംബാസഡർ ഒന്നുമല്ല, നമ്മൾ യൂസ് ചെയ്ത സാധനങ്ങൾ പറയുന്നത് അത്ര എക്സ്പെൻസീവ് അല്ല, ഭയങ്കര യൂസ് ഞാൻ ജിമ്മിലിട്ടോണ്ടിരുന്ന ഷൂവിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അത് ഞാൻ നല്ല സാധനങ്ങൾ ഒരു 3-4 വർഷം വാങ്ങിച്ചു. ഇപ്പഴാ അത് കയറിപ്പോയത്. ഞാൻ ആക്ച്വലി ഡിക്കാത്ലോൺ തുടങ്ങിയ ഞാനും കുറെ ജിം ട്രാക്ക് ഒക്കെ ജിമ്മിൽ യൂസ് ചെയ്ത സാധനങ്ങൾ. എനിക്കിങ്ങനെ ഫോൺ മേടിച്ച് പണി കിട്ടിയിട്ടുണ്ട്. അതായത് പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചീപ്പ് ഫോൺ മേടിച്ച് ഒരു 7,000 ആയിരിക്കും ബഡ്ജറ്റ്. മറ്റേ ഇത് അത് മേടിച്ച് ഒരു കുറച്ച് നാള് കഴിയുമ്പോഴത്തേക്കും മറ്റേ അനങ്കത്ത് പോലില്ല. തൊട്ട് കഴിഞ്ഞാൽ നമുക്കാണായിട്ട് തെറിയാൻ തോന്നും. അതുപോലത്തെ മറ്റേ പണ്ട് ഈ എംഐയുടെ പണ്ടത്തെ ഷവമിയുടെ ഫോൺ. ഷവമി അല്ല, ഷവമി ഇറങ്ങുന്നതിന് മുന്നേ MI ആയിട്ടല്ലായിരുന്നു ഇറങ്ങുന്നത്. അത് ഭയങ്കര സീനായിരുന്നു. അത് നമ്മൾ അത് വാങ്ങിക്കുമ്പോഴും അത് ചീപ്പായിരുന്നു. ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് മെമ്മറി തീരും. ഹാങ് ആയി. സാംസങ്ങിന്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു പഴയത്. സാംസങ് ഹാങ്ങിന്റെ കളിയാണ്. അത് മറ്റേ ഗാലക്സി 10 സാധനം. അന്നൊക്കെ എനിക്ക് ഈ ഫോണിനെ പറ്റി ഒന്നും അറിയില്ല. ഞാൻ മറ്റേ ഹാങ് മാറ്റാന്ന് പറയുന്ന കുറെ ആപ്പുകളല്ലേ, ക്ലീൻ റോക്കറ്റ്, മറ്റേ റോക്കറ്റ് വന്ന സാധനം. അത് ഏതാ ഭയങ്കര സ്പീഡ് കൂടുന്നൊക്കെ എല്ലാം ഉടായിപ്പായി. അതിന്റെ കാര്യം പറഞ്ഞപ്പോഴാ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മാസം യൂസ് ചെയ്യാൻ ഇത്ര 1 GB ബ്രോഡ്ബാൻഡ് കിടക്കും മാസം 1 GB. എനിക്ക് അങ്ങനെ ഒരു കാലം ചിന്തിക്കാനായിട്ടില്ല. എന്റെ ഇവിടത്തെ കമ്പ്യൂട്ടർ മാസം 1 GB ബില്ല് എപ്പോഴും. എന്നിട്ട് നമ്മൾ അക്കൗണ്ട് കയറി നമ്മുടെ അക്കൗണ്ട് ബാലൻസ് നോക്കുന്നല്ലോ, അന്ന് നോക്കുന്നത്. കാരണം 1 GB കൂടുതൽ പോയാൽ എക്സ്ട്രാ പൈസയാവും. അപ്പൊ നമ്മൾ നോക്കുമ്പോ പേടിയാ നോക്കും. പലപ്പോഴും നമ്മൾ അത് നോക്കാതെ ഡിലേ ചെയ്ത് വെക്കും. നോക്കണ്ട. പിന്നെ ലാസ്റ്റ് ഒരു 30-ാം തീയതി 29-ാം തീയതി ഒക്കെ ആവുമ്പോ ഇങ്ങനെ നോക്കും. കുറെ കണ്ടടച്ച് നോക്കുമ്പോഴത്തേക്ക് 1 GB താഴെ. ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല ആ സമയത്ത്. കാരണം ആകെ മറ്റേ BSNL ഒരു കണക്ഷൻ ആയിരുന്നു. നിനക്ക് അൺലിമിറ്റഡ് ആയിരുന്നു? അല്ല, എനിക്ക് അറിയത്തില്ല. ഞാൻ ഇത് യൂസ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. വരുന്നുണ്ടായിരുന്നു വീട്ടിൽ. എനിക്ക് അറിയത്തില്ല, ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ അറിയത്തില്ല. ഇവൻ യൂസ് ചെയ്യാൻ തുടങ്ങിയ സമയത്തേക്ക് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇന്റർനെറ്റ് ഒക്കെ അൺലിമിറ്റഡ് പ്ലാൻസ് ഉണ്ടായിരുന്നു. സ്പീഡ് കുറവായിരുന്നു. പക്ഷെ 1,000 rupees പെർ മന്ത് ഒക്കെ ആയിരുന്നു. എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ. അന്ന് ഇന്റർനെറ്റ് ആർക്കും എന്നാന്ന് അറിയത്തില്ലല്ലോ. എനിക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ലായിരുന്നു. ഞാനൊക്കെ പണ്ട് ഗെയിം സീഡി ഒക്കെ വാങ്ങിക്കുന്നത് മറ്റേ ചാത്തൻ ഗെയിം സീഡി. ഞാൻ 100 രൂപയ്ക്ക് ഗെയിം സീഡി ഞങ്ങൾ വാങ്ങിക്കുന്നു. പ്ലേ സ്റ്റേഷന്റെ അവന്മാര് ചെയ്യുന്ന അവന്മാർ ഇന്റർനെറ്റ് ഉപയോഗിച്ച് ടോറന്റ് വഴി ഡൗൺലോഡ് ചെയ്ത് നമുക്ക് വിൽക്കും. സീഡിക്കകത്ത് 7 CD ഒക്കെ ആയിരിക്കും ഒരു ഗെയിം ഒക്കെ. അതൊക്കെ ഒരു കാലം. അത് ശരിയാ. പണ്ട് മറ്റേ സീഡിക്കകത്ത് റൈറ്റ് ചെയ്തത്, പിന്നെ പെൻഡ്രൈവ് ഒക്കെ വന്നത്. മീറോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിനകത്ത് റൈറ്റ് ചെയ്യുക. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്തിട്ട് സ്കൂളിലൊക്കെ പഠിപ്പിക്കുമായിരുന്നു. കാണിക്കാല്ല. അതിന്റെ മാക്സിമം സൈസ് ആണ്ട് 8 MB ആണ് ഒരു കോപ്പിക്കകത്ത്. അല്ല, അതിനകത്ത് എന്തോരം ഡേറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫോണിനകത്ത് 256 GB ഉണ്ട്. അതും തികയുന്നില്ല. കാരണം പണ്ടത്തെ എത്ര ഇച്ചിരി MB ഉള്ള ഒരു കമ്പ്യൂട്ടർ ആണ് ഈ മുറിയുടെ അത്രയും ഉണ്ട് പഴയ കമ്പ്യൂട്ടർ ഒക്കെ. അന്ന് അതിന് ഇച്ചിരി സൈസേ ഉള്ളു. ഇപ്പൊ നമ്മുടെ പെൻഡ്രൈവ് ഒക്കെ ചത്ത്. നമ്മുടെ മൈക്രോ SD കാർഡിന്റെ സൈസ് എത്ര ഉള്ളു. ഒന്നുമില്ല, ശൂന്യതയില് സ്റ്റോർ ചെയ്ത്. അത് പറഞ്ഞപ്പോൾ ഞാന് ഈ അടുത്തിടയ്ക്ക് ഒരു പോസ്റ്റ് കണ്ട്. മറ്റേ മൈക്രോസോഫ്റ്റുകാര് ഈ അവരുടെ മാസ് സ്റ്റോറേജ് കടലിനടിയിൽ മുക്കിയിട്ടേക്കുന്ന ഒരു സെർവറിന്റെ ലൈൻസും സ്റ്റോറേജ് അവരുടെ ക്ലൗഡ് സ്റ്റോറേജ് ഭയങ്കര നമ്മുടെ കൂൾ ചെയ്യാൻ വേണ്ടി ഈ ഓയിലിന്റെ ഒക്കെ സ്റ്റോറേജ് ടാങ്ക് ഒക്കെ ഉണ്ടല്ലോ, വലിയ സ്റ്റോറേജ്. അതുപോലെ അവര് കൂളിംഗ് എഫക്റ്റിന് വേണ്ടിട്ട് വെള്ളത്തിനടിയിൽ കടലിനടിയിൽ. അതൊരു ഐഡിയ. പക്ഷെ വെള്ളത്തിന്റെ അടി ഇങ്ങനെ ശരിയാ. ഇതിനൊക്കെ കൂൾ ചെയ്യാൻ ടെസ്റ്റ് ചെയ്ത് തിരിച്ചെടുത്ത ഇതിനൊരു സംഭവം ഉണ്ട്. കറക്റ്റ് ആണോ ഞാൻ 100% ഷുവർ അല്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഈ നമുക്കിത് കഴുകാൻ പറ്റും. ഈ CPU-ന്റെ അകത്തോട്ടൊക്കെ വെള്ളം ഒഴിച്ച് കഴുകാൻ പറ്റും. അല്ല, വെള്ളമല്ല, അതിനെന്തോ പ്രത്യേക ലിക്വിഡ് ഉണ്ട്. അതിന്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം പോകുന്നതല്ല. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല വെള്ളമല്ല, എന്തേലും മെർക്കുറി എനിക്ക് കറക്റ്റ് അറിയത്തില്ല. കാരണം ഞാന്
കോളേജ് സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് എറണാകുളത്ത് ഒരു മറ്റേ ഗെയിമിങ്ങിന്റെ എക്സ്പോ ഉണ്ടായിരുന്നു. ഗെയിമിങ്ങിന്റെ എക്സ്പോയ്ക്ക് സാധാ വെള്ളം മറ്റേ എൻവിഡിയയുടെ അതിന്റെ എല്ലാം. അപ്പൊ അത് പോയപ്പോ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് വാട്ടർ കൂളിംഗ് ലിക്വിഡ് കൂളിംഗ് ആയിട്ടുള്ള സാധനം. അതിനകത്ത് അവര് പല കളറിലുള്ള ലിക്വിഡ്സ് ആകും. അത് എന്ത് മെർക്കുറി സംതിങ് നമ്മുടെ എഞ്ചിൻ ഓയിൽ ഉപയോഗിക്കുന്നതൊക്കെ എന്തിനാ? അതിനെ സെയിം പ്രിൻസിപ്പിള് കൂളിംഗിന്. ഭയങ്കര ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. മെഗാ കമ്പ്യൂട്ടേഴ്സ് നമുക്കാണ് നമ്മുടെ ഇതിൽ പിടിപ്പിക്കുന്നത് ലിക്വിഡ് കൂളിംഗ്. പക്ഷെ എല്ലാ 3 months കൂടുമ്പോ വെള്ളം മാറ്റണം നമ്മള്. കൂളിംഗ് എന്ന് പറഞ്ഞാൽ അത്ര ഹീറ്റിംഗ്. ഇപ്പോഴത്തെ നോക്ക് ഇപ്പൊ എന്തുമാത്രം പവറാ യൂസ് ചെയ്യുന്നത്. ഒരു എസിയുടെ അത്രയും ഇതെടുക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു രാജ്യം കൊണ്ട് എന്തുമാത്രം കറണ്ട് വേണം. ചില്ലറ കളി. മറ്റേ ഇലക്ട്രിക് കാർ ശരി. ഇങ്ങനെ ഈ കറണ്ടൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നു? ന്യൂക്ലിയർ ശരിക്കും ഇത് ന്യൂക്ലിയർ ഇത് ക്ലീൻ എനർജിയാ ന്യൂക്ലിയർ. ആകെ പ്രശ്നം വെച്ചാൽ അതിന്റെ വേസ്റ്റ് കളയാനാ പാട്. ഇപ്പം മുട്ടൻ സീൻ നടന്നുകൊണ്ടിരിക്കാം. ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുക എന്ന് അമേരിക്കക്ക് സംശയം എന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കാറായി. അമേരിക്ക അവർക്ക് പണി കൊടുത്തുകൊണ്ടിരിക്കുക ഇത് ഉണ്ടാക്കാൻ. പണ്ട് ഇതുപോലെ ഇറാഖിന്റെ ന്യൂക്ലിയർ ഇതുണ്ടെന്നും പറഞ്ഞ ഇറാഖിനെ ഇൻവേഡ് ചെയ്ത് അമേരിക്ക, അത് സദാം ഹുസൈനൊക്കെ. ലാസ്റ്റ് വന്നപ്പോ എന്നാ അവരുടെ ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് അവന്മാരെ പോയി അവിടെയുള്ള എല്ലാരെയും കൊന്ന് സദാം ഹുസൈനെ തൂക്കിക്കൊന്നു. ഞാന് ഒരു ഇത് കണ്ടാണ്. സദാം ഹുസൈൻ അന്ന് മറ്റേ അവിടുത്തെ വലിയ രാജാവില്ല, പുള്ളിക്ക് ഇഷ്ടം പോലെ ഫണ്ട് തോന്നിയ ഡിക്റ്റേറ്റർ അല്ലേ. പുള്ളിയെ എല്ലാവർക്കും പേടിയാണ്. എന്ന് പറഞ്ഞാൽ സ്ഥലം ഫുള്ള് പുള്ളിയുടെ പ്രതിമകള്, പുള്ളിയുടെ ഫോട്ടോ, എവിടെ നോക്കിയാലും സദാം ഹുസൈൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അത് പുള്ളിയുടെ ഒരു ടാക്ടിക്കാ. ഇപ്പൊ നോർത്ത് കൊറിയയിൽ നോക്കിയാൽ അത് എല്ലായിടത്തും ഇവരുടെ വലിയ സ്റ്റാച്ചുകൾ ഇതൊക്കെ ഇങ്ങനെ ഇയാളെ മെയിൻ അറിയാൻ വേണ്ടി. ഇപ്പം ഈ അമേരിക്ക ഇതുപോലെ ഇൻവേഡ് ചെയ്ത് ഇറാഖിനെ ഇയാളെ പൊക്കാൻ വേണ്ടി. ഇവൻ ഒളിച്ച് താമസിക്കുകയാണല്ലോ. നാട്ടുകാരും എതിരാ സദാം ഹുസൈൻ. സദാം ഹുസൈൻ ഇത്രയും പരിപാടികൾ ചെയ്യുന്നെന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ അമേരിക്ക ഇയാളെ പിടിക്കുന്നതിനത് ഇപ്പം സദാം ഹുസൈൻ ആണെങ്കിൽ സദാം ഹുസൈനും 3 ടൈപ്പ് ആർമിയുണ്ട്. ഒരെണ്ണം സദാം ഹുസൈൻ പോയാൽ വെളിയിലെല്ലാം കാവലിരിക്കുന്നു. രണ്ടാമത് സദാം ഹുസൈൻ പോകുന്നതിന് മുമ്പ് അവിടെ പോയി സീൻ ചെക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്കാർ. മൂന്നാമതെന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടെ റൈറ്റും ലെഫ്റ്റും അങ്ങനെ കുറച്ച് പേര്. അതായത് നമ്മുടെ മെയിൻ ആൾക്കാർ നമ്മളെപ്പോ പോയാലും കൂടെ പേഴ്സണൽ ബോഡി ഗാർഡ്സ്. അപ്പം സദാം ഹുസൈനെ പിടിക്കാൻ അപ്പൊ ഇവന്മാർക്ക് അറിയാം ഈ ലെവലിലുള്ളവന്മാരെ പിടിച്ചാലേ പിടിക്കാൻ പറ്റത്തുള്ളൂ. ഇവന്മാര് ചെയ്ത എന്നാന്ന് പറഞ്ഞാൽ അമേരിക്കക്കാര് പട്ടാളക്കാരില്ല. ഇപ്പൊ നമ്മളാണെങ്കിലും റിഗിൽ നമുക്ക് നെറ്റൊന്നുമില്ല, നമ്മൾ ചീട്ട് കളിക്കും അങ്ങനത്തെ ഒക്കെ അല്ലേ. ഇവന്മാരെന്നാ വെച്ചാൽ എല്ലാ ചീട്ടിനകത്തും ഈ ആൾക്കാരുടെ ഫോട്ടോ വെച്ച് ഈ പട്ടാളക്കാര് കളിക്കുന്ന ചീട്ടുകളിൽ സദാം ഹുസൈന്റെ ആൾക്കാർ. കാരണം ഇവന്മാർക്ക് കണ്ടാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പൊ പട്ടാളക്കാര് ചീട്ട് കളിക്കുമ്പോൾ അല്ലേ ഇവന്മാരുടെ ഫോട്ടോ കണ്ടാറ്. ഇപ്പം ഈ എയ്സ് ആണെങ്കിൽ മെയിൻ ആൾക്കാര് അങ്ങനെ തിരിച്ച്. അപ്പം അത് ചെയ്ത് എന്തിനാന്ന് പറഞ്ഞാൽ വഴി വെച്ച് ഏത് ഇരുട്ടത്ത് ഉണ്ടായാലും കണ്ടുപിടിക്കാൻ വേണ്ടി ചീട്ടിനകത്ത് ഇറക്കി മറ ആ ടെക്നിക്ക് ബുദ്ധി. എന്നിട്ട് ഇവനെ പിടിച്ച എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇവന്റെ ഒരു മെയിൻ ഒരു ആളുണ്ട്. അവന്റെ വീട്ടിൽ എന്നാ ഇവന്റെ അതായത് അവന്റെ വീട്ടിൽ ജോലിക്ക് എന്ന ഒരുത്തന്റെ അങ്കിളിനെ എവിടത്തോ കിട്ടി. ഇങ്ങനെ ഭയങ്കര അപ്പന്റെ ആ റിലേഷനിൽ എന്തോ കിട്ടി. അപ്പം ഇവന്മാരും അറിഞ്ഞ് ഇവിടെ ഇവനെ പിടിച്ച നമുക്ക് അറിയാം എന്ന് പറയും. ആ സമയത്ത് ഊഹങ്ങള് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ പിടിച്ചു തരുവാണെങ്കിൽ ഇത്ര പൈസ തരും, ഇത്ര മില്യൺ പൈസ തരും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവന്റെ ഈ മെയിൻ ഒരുത്തം വന്ന് ഒറ്റി കഴിഞ്ഞപ്പം ഇവനെ 2 പേരുണ്ട്. അവിടെ പോയി നേരെ ബോംബ് പൊട്ടിച്ച് ഇവന്മാരെ കൊന്നു. എന്നിട്ട് ഈ സദാം ഹുസൈനെ കിട്ടാൻ വേണ്ടി ഇവന്മാർക്കാണെങ്കിൽ ഈ പറഞ്ഞ തുക മുഴുവൻ കൊടുത്തു. അപ്പൊ ആൾക്കാർക്ക് ഒരു മനസ്സിലായി ഇങ്ങനെ ഒറ്റി കൊടുത്ത പൈസ കിട്ടും. പിന്നെ അങ്ങ് ചാകര എല്ലാരും വിളിച്ച് ഒറ്റി കൊടുക്കുന്നത്. ചുമ്മാ അവിടുന്ന് ഇവന്മാരെ ആര് വിളിച്ചാലും പൊക്കോണ്ടിരിക്കും. ലാസ്റ്റ് എന്ന് പറയും മെയിൻ ഒരാളുടെ ഇതുപോലെ വേലക്കാരന്റെ അച്ചായന്റെ അങ്ങനെ പുറകെ ഒരു സ്ഥലത്ത് വന്ന് ഒരുത്തരിങ്ങനെ ഇൻഫർമേഷൻ കിട്ടി. ഉമ്മാർ ആ കിട്ടിയതിൽ പോയപ്പോഴത്തേക്കും അവിടെ ഇമാർക്ക് മനസ്സിലായി അവിടെ ഒരു കുളമുണ്ട്. ഇവിടെ മീൻ പിടിക്കുന്ന സ്ഥലത്ത് സദാം ഹുസൈന്റെ അവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മീൻ അവിടെ കിട്ടും. അപ്പൊ ഇവന് മനസ്സിലായി ആ മീൻകാരനെ പൊക്കിയ ഇവനെ കിട്ടുമെന്ന്. അപ്പൊ അതുവഴി ഇവനെ പിടിച്ചു. ഈ സദാം ഹുസൈന്റെ മെയിനെ കൂടെ നടക്കുന്നവന്. അവൻ വഴി ഒരു ഫാം ഹൗസ് ഇവരെ കൊണ്ടുപോയി. അപ്പൊ ചെന്നപ്പോ എങ്ങനെയാന്ന് ഇവരെല്ലാം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവനെ ഒറ്റണം. പക്ഷെ ഇവൻ ആ ഒറ്റ കൊടുത്തതെന്ന് അറിയില്ല. അപ്പം ഇവൻ പോകുന്ന വഴി ഒരു കയറ് കിടക്കുന്നുണ്ട്. കയറിന് ഇങ്ങനെ തട്ടി കാണിച്ചു പട്ടാളക്കാരൻ. അപ്പം ഉമ്മാര് നോക്കുമ്പോ മനസ്സിലായി ഈ കയറിനകത്തുന്നുണ്ട്. ഇമാര് കയറ് വലിച്ച് ചെന്നപ്പോഴത്തേക്കും ഒരു വലിയ കുഴി മേളിൽ ഒരു മൂടിയിട്ടേക്കുന്നത്. അത് തുറന്നു നോക്കി ഭാര സദാം ഹുസൈൻ കയ്യും പൊക്കി ഇങ്ങനെ
ഞാനാ സദാം ഹുസൈൻ, എന്നെ ഒന്നും ചെയ്യല്ല. പുള്ളി കിടന്ന എവിടാന്ന് ആ ഫോട്ടോ ഭയങ്കര ഫേമസ്. അതായത് ഇങ്ങനെ താഴോട്ട് കുഴി ഒഴിച്ച് ജസ്റ്റ് ഒരു ഇത്ര ഇട, ഒരാൾക്ക് ഇങ്ങനെ കിടക്കാനുള്ള ഇട, അതിനകത്ത് സദാം ഹുസൈൻ ഒളിച്ച് താമസിക്കുന്നു ഒരു ഫാം ഹൗസിനകത്ത്. ഇടയ്ക്ക് വെളിയിൽ ഇറങ്ങി വരും, അല്ലാതെ അതിനകത്ത് കിടക്കും. അത്രയും ഇത്രയും ഒരു രാജ്യം മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്ന അവസാനം ഒരു ഇച്ചിരിയുള്ള ഇതിനകത്ത് ഒരു പട്ടിക്കൂടിനകത്താ കിടന്നുകൊണ്ടിരുന്നത്. അവരങ്ങനെയാ പിടിച്ചത്. ഇത് കണ്ടായിരുന്നു സദാം ഹുസൈന്റെ കോടതി കൊണ്ട് നിർത്തുമ്പോ തൂക്കിക്കൊല്ലാനുള്ള എനിക്ക് രണ്ടും മൈരാന്നുള്ളത് എഴുന്നേറ്റ് നിൽക്കാൻ എന്താ പറയുന്നത് സൗകര്യമില്ലെന്നോ. അതെനിക്ക് തോന്നുന്നു ഏതോ മറ്റേ UN പ്രസംഗത്തിനോ അല്ല, ഇത് കോട്ടായിരുന്നു. പുള്ളിയെ തൂക്കിക്കൊല്ലുന്നത് ലൈവായിട്ട് കാണിച്ചു. കാരണം അമേരിക്കക്കാരൻ കാണിക്കണം ഇവനെ ഞങ്ങൾ പിടിച്ചു, ഇവനെ ഒരു പട്ടിയെ പോലെ ഞങ്ങൾ കൊന്നു. ഇവനെ കോടതിയെ കൊണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. കോടതിയെ അത് ഭയങ്കര എനിക്ക് ഓർമ്മയുണ്ട് കൊച്ചിലെ ന്യൂസ് കൊല്ലാൻ പോകുന്നത്. എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ യൂട്യൂബിൽ അത് കണ്ടിട്ടൊന്നുമല്ലേ ഞാൻ മറ്റേ യൂട്യൂബിൽ നമ്മുടെ ചെറുപ്പത്തിൽ എങ്ങണ്ടല്ലേ. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മള് കൊച്ചിലെ കണ്ട് ഇത് പത്രത്തിൽ വരുന്നു, ഇങ്ങനെ ന്യൂസിലൊക്കെ വരുന്നത്. ലൈവായിട്ടാണോ അല്ലെന്ന് അറിയാം, ഓർക്കുന്നില്ല. പക്ഷെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഇയാളെ തൂക്കിക്കൊള്ളുന്നത് പുള്ളി ഇങ്ങനെ തൂക്കിക്കൊള്ളുന്നതിന് മുന്നേ മറ്റേ ഇതിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി കാണിക്കാൻ പറ്റും മറ്റേ ഇത് മറ്റേ കറുത്ത തുണിയൊക്കെ ഇട്ട്. ആ സമയത്ത് ഇതുപോലെ ഇവനെ പിടിച്ചു കഴിഞ്ഞപ്പം അവിടെ ഒരു മെയിൻ ടൗൺ, അവിടെ ഇവന്റെ ഒരു പ്രതിമയുണ്ട്. ഇത് വലിച്ച് താഴെ ഇടാമോ, കാരണം ഇവൻ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല ഇതുപോലെ ഈ പ്രതിമയും ഫോട്ടോ ഒക്കെ ആണ്. അപ്പം ഇവന്റെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വലിച്ചിടാം ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടി. അമേരിക്കക്കാരാ സദാം ഹുസൈൻ ഒന്നും അല്ലെന്ന് കാണിക്കും. അപ്പം പട്ടാളക്കാർ എന്നെ മണ്ട കയറി അമേരിക്കയുടെ കൊടി കെട്ടി ഈ വലിയ പ്രതിമ വലിച്ചത്. അപ്പൊ ആൾക്കാര് കലിപ്പായി, എന്നിട്ട് അമേരിക്കക്കാർ നമ്മുടെ സ്ഥലം. എന്നിട്ട് അമ്മമാരൊക്കെ മനസ്സിലപ്പോ തന്നെ അത് ഊരി ഇറാഖിന്റെ ഒരു കെട്ടി, എന്നിട്ട് അത് വലിച്ച് താഴേക്ക് കെട്ടി. 1900. ഇപ്പൊ ഇത്രയും പൈസ ഉണ്ടാകുന്നവന്മാരൊക്കെ അവസാനമായപ്പോ എന്താ പട്ടിയെ പോലെ ചാവുക. സദാം ഹുസൈൻ എനിക്ക് തോന്നുന്നത് പൈസക്ക് വേണ്ടി മാത്രമായിരുന്നു. പുള്ളി ആ പവർ ഡിക്റ്റേറ്റർ അല്ലേ പുള്ളി. ഡിക്റ്റേറ്റർഷിപ്പ് പുള്ളിക്ക് ആൾക്കാരെ പുള്ളിയെ പേടിക്കണം, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു വ്യൂ പോയിന്റ്. അതൊരു പവർ വരും. ആർക്കാണെങ്കിലും പവർ കിട്ടി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് മെന്റലി ആ ഒരു സാധനം കൂടെ നിന്ന് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പൊ പേടിപ്പിച്ചേ നിർത്തും. ഒന്നെങ്കിൽ എല്ലാരും നമ്മളെ സ്നേഹിക്കണം, അല്ല എല്ലാരും നമ്മളെ പേടിക്കണം. മറ്റേ ഹിറ്റ്ലറിന്റെ കഥയും ഇതുപോലൊക്കെ തന്നെ. എടാ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പേടിക്കാതെ ഇപ്പം ഞാൻ നിന്നോട് വന്ന് രാവിലെ വന്ന് പറയാം നീ അത് പോയി ചെയ്യും, നിനക്ക് എന്നെ പേടിയില്ല നീ ചെയ്യത്തില്ലല്ലോ. അല്ലെ ഒന്ന എന്നോട് ഇഷ്ടം വേണം, അല്ലെ പേടി വേണം. ഇത് രണ്ടും ഇല്ലാത്തവൻ ചെയ്യത്തില്ല. ഇഷ്ടം കിട്ടാൻ പാടാ, അതുകൊണ്ട് പേടിപ്പിച്ച് ചെയ്തിരിക്കും. ഇനി അങ്ങനെയൊക്കെയുള്ള ഒരു രാജാവോ അല്ലെങ്കിൽ മറ്റേ ഉണ്ടല്ലോ സൗത്ത് കൊറിയയിലും കണ്ടില്ല. നോർത്ത് കൊറിയ ഡിക്റ്റേറ്റർ. അത് ഓരോ ടൈപ്പിലെ ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ട്. നമുക്കിപ്പം ചില സ്ഥലത്ത് ആ രാജഭരണം തിരിച്ചു വരണമെന്നൊക്കെ ആൾക്കാർ. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഏതോ രാജ്യത്തിൽ ഇങ്ങനെ പ്രതിഷേധമൊക്കെ ഉണ്ട് രാജഭരണം തിരിച്ചു. ഇപ്പം UK-യിലാണേലും മറ്റേ ക്വീനെയും കിങ്ങിനൊക്കെ എല്ലാവർക്കും ഒരു ഇഷ്ടമുണ്ട്. ഇപ്പൊ നമ്മള് UAE-ലൊക്കെ പോവാണെങ്കിൽ അവിടെ രാജഭരണമൊക്കെ നൈസാ, കാരണം അവിടെ അഴിമതിയും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു രാജഭരണം ആണെങ്കിലും ഒരു സിസ്റ്റം ഉണ്ട് അവിടെ. സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുന്നത്. മറ്റേ ഇംഗ്ലണ്ടിന്റെ കാര്യം മറ്റേ ക്യൂനില്ലായിരുന്നു, ക്യൂനിന്റെ സീരീസ് ഉണ്ടായിരുന്നു. അതിന്റെ അകത്ത് പറയുന്നുണ്ട് ക്യൂൻ എങ്ങനെയാ, ക്യൂനിന്റെ പവർ ആൾക്കാർ പിന്നെ മൈൻഡ് ചെയ്യാതായി ഈ സെഞ്ചുറീസ് മാറുന്ന അനുസരിച്ച്. ലൈക് ഇപ്പം 2K ഒക്കെ ആയപ്പോ ആൾക്കാർ ഡസന്റ് കെയർ അബൌട്ട് ദ ക്യൂൻ ദാറ്റ് മച്ച്. അവര് ഒരു റൂൾ ഇറക്കുമായിരുന്നെങ്കിൽ അത് ന്യൂസ് പേപ്പറിലൊക്കെ വന്ന് എല്ലാരും അത് ഫോളോ അപ്പ് ചെയ്യും. അപ്പൊ അതൊന്നുമില്ല. ഇവരാരെ ഇങ്ങനെ പറയാൻ, അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയ ആൾക്കാര്. പിന്നല്ലാതെ നീ ആലോചിച്ചു, നിന്റെ ടാക്സ് എല്ലാം പിടിച്ച് അവരവിടെ വലിയ കൊട്ടാരത്തിലും ഇവിടെ ഒക്കെ ജീവിക്കുക. നമ്മള് പണ്ടോട്ട് അങ്ങനെ ആണല്ലോ. മറ്റേ കിളച്ചവന്മാരെ എല്ലാരെയും അടിമയായിട്ട് വരെ 1 രൂപയൊക്കെ കൊടുത്ത് അല്ലെ ഒരു ഇച്ചിരി അവരുടെ അരിയൊക്കെ ഇങ്ങനെ എടുക്കുന്നു. ആ സീന ആർക്കാളും ദേഷ്യം വരുന്നത്. അമ്മമാർക്ക് ഓയിലിന്റെ പൈസ ഈ ലോകത്തൊക്കെ എല്ലാ പൈസക്കാരെയും നോക്കും, എല്ലാരും ഓയിലിൽ നിന്നാണ് ആ പൈസ ഉണ്ടാകുന്നത്. ഇല്ല ഓയിലാണ് ഫുള്ള് പൈസ, ഓയിലാണ് ഫുള്ള്. അവരുടെ GCC കൺട്രീസ് നൈസാ. ഓക്കെ, അവിടെ അഴിമതി ഉണ്ടായിരിക്കാം, കാരണം ഒഫീഷ്യൽസ് ഉള്ളപ്പോ അവിടെ കാണുമായിരിക്കാം, നമുക്കറിയത്തില്ല. എല്ലായിടത്തും കാണും, പക്ഷെ പേടിയാ അവർക്ക്. പേടിയുണ്ട്. അവർ രാജഭരണം ആയതുകൊണ്ട് അവർക്ക് അവരുടെ രാജ്യം കൂടുതൽ ഹൈലൈറ്റ് ആക്കി നിൽക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റി. ഞാൻ അവിടെ, കാരണം ഓരോ സംഭവങ്ങൾ ഇപ്പൊ ഖത്തറിൽ പോകുമ്പോഴാണെങ്കിലും അല്ലെ ദുബായി പോകുമ്പോഴാണെങ്കിലും അവിടെ ഓരോരുത്തരും ഓരോ സംഭവങ്ങൾ സെറ്റ് ചെയ്തോണ്ടല്ലേ ഇവന്മാര് വരുന്നത്.
ഓൾറെഡി ഒമാനിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ? ഞാൻ പോയിട്ടില്ല കേട്ടോ. നീ ഇല്ല പോയിട്ടില്ല? ഇവനെ നേരെ പോയിട്ടില്ല. ഞാനിങ്ങനെ ഒമാൻ കേട്ടിട്ടുണ്ട്. എടാ ഈ എല്ലാം അവിടെ പണിഷ്മെന്റ് ഭയങ്കര സിവിയർ. ആ, നമ്മള് Punishment severe. അതുകൊണ്ട് ഫൈനൊക്കെ അത് ഫൈനൊക്കെ ഫൈനല്ല. കേരളത്തിൽ ഓരോരുത്തർ ഫൈനിനെ പറ്റിട്ട് പറയുന്നത് സത്യം പറഞ്ഞാൽ അവിടത്തെയൊക്കെ ഫൈൻ വെച്ച് നോക്കുമ്പോ ഇവിടെ ഇതൊന്നുമല്ല. നിസ്സാരമാണ്. പക്ഷെ അതൊരു ഗുണമുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ആൾക്കാരെ നിയമം തെറ്റിക്കുന്നില്ല. കറക്റ്റ് ഇവിടെ നമ്മൾ അല്ല പക്ഷെ നമ്മുടെ സിസ്റ്റം അതിലും ട്രാഷ് ആണ്. നമ്മുടെ സിസ്റ്റം മെയിൻറ്റൈൻഡേ അല്ല. നമ്മുടെ സിസ്റ്റം മെയിൻറ്റൈൻഡ് ആണെങ്കിൽ പീപ്പിൾ വിൽ സ്റ്റാർട്ട് ഫോളോയിങ് സംവാട്ട്. പിന്നെ ഒരു നമ്മുടെ കൾച്ചറലി അങ്ങനെ ഒരു സീനുണ്ട് ഇവിടെ. നമ്മള് റൂൾസ് കാരണം എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ജീവിക്കാനുള്ള പൈസ ഇപ്പൊ ഞാനൊരു കോട്ട് അതായത് അല്ല ഇവിടെ റൂൾസ് വെച്ച് ഫോളോ ചെയ്യാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർക്ക് അത് നീ പറഞ്ഞ സാധനം ജീവിക്കാൻ പറ്റുന്ന ഒരു സംഭവം ഗവൺമെന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. അതായത് ജീവിക്കാനുള്ള പൈസ ഇല്ല. നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്, അതിന്റേതായ അമ്യൂണിറ്റീസ് നമുക്കില്ല. അല്ല ഞാൻ പറഞ്ഞ ഇപ്പം ആൾക്കാർക്ക് ഇപ്പം അത്യാവശ്യം നല്ല പൈസ ഉണ്ട്, അവർക്ക് ഡെയിലി ഫുഡിനുള്ള പൈസ കിട്ടും. നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിയമങ്ങൾ അനുസരിക്കാൻ ഇത് എൻവയൺമെന്റ് ക്ലീൻ ആക്കി വെക്കണോ. ഇപ്പൊ ഒരു ദാരിദ്ര്യം അടുത്ത ഫുഡ് ഇല്ലാത്ത കഴിക്കുന്ന പോവർട്ടി ചെയ്യുന്ന ഒരാളോട് എന്ന് പറയാം നീ ഈ സാധനം ഇവിടെ ഇടല്ലേ, ഇത് ചീത്ത എർത്തിന് എൻവയൺമെന്റലി ഫ്രണ്ട്ലി അല്ലാതെ പറഞ്ഞ് പോടാറക്ക നീ പോയി പണി നോക്കാൻ പറയും. അതൊക്കെ ഇപ്പൊ ഈ ബാക്കി വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ ഇവര് പുഷ് ചെയ്യാറ് അവര് ഓൾറെഡി അവർക്ക് അത്ര പൈസ അവർക്കൊരു ബേസിക് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ട്. ഈ തിരക്കിന്റെ ഇടയ്ക്ക് ഇതൊന്നും നോക്കാൻ സമയമല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ ഒരു പരിധി വരെ കൂടുതൽ നമ്മുടെ കൺട്രി അതിനകത്ത് അങ്ങനെ പറയുകയാണെങ്കിലും അവിടെ ആൾക്കാർ കുറവാണ്. ഇതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് അല്ലയോ ഇപ്പൊ പോപ്പുലേഷനില്. അല്ല നമ്മളിപ്പോ ഇവിടെ താമസിക്കുന്നതായിരിക്കും, നമുക്ക് അവർക്കും അങ്ങനെ വല്ല സെയിം വ്യൂ പോയിന്റ് കാണും. ശരിയാ, നമുക്കറിയില്ലല്ലോ, നമുക്ക് അവിടെ എന്നാലും എനിക്ക് തോന്നുന്നു അവിടെ ഞാൻ ദുബായിയുടെ കാര്യം മാത്രമല്ല പറയാം, മീൻസ് അറബി നാട് മാത്രമല്ല പറയുന്നത്. അല്ല ഞാൻ GCC മാത്രം കാര്യം GCC മാത്രം അങ്ങനെ. കാരണം അവിടുത്തെ ആൾക്കാർ അവിടെ ലിമിറ്റഡ് നമ്പർ ഓഫ് മറ്റേ എന്താ പറയുന്നത് റെസിഡൻസ് അവർക്ക് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് അവർക്ക് അവിടുത്തെ ഗവൺമെന്റ് നോക്കുമ്പോ അവരെ മാത്രം നോക്കിയാൽ മതി. അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഫോളോ ദ റൂൾ അവരതിനെ കൊണ്ട് നല്ല രീതിയിൽ ഇപ്പം നമ്മളിപ്പോ പോയി അവിടെ ഒരു കമ്പനി തുടങ്ങുക, ഏതെങ്കിലും ഒരു കമ്പനി അവിടത്തെ ഒരാളെ അവിടെ വെച്ചേ പറ്റത്തുള്ളൂ. നമ്മുടെ ഓഫീസിൽ ചെയ്തേ പറ്റും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടുത്തെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോപ്പുലേഷൻ. ഇവിടെ ഇപ്പൊ മുംബൈയില് ഡിയോനാറോ അങ്ങനെ സ്ഥലമുണ്ട്, ഏഷ്യാസ് ബിഗ്ഗസ്റ്റ് ഡംപിങ് യാർഡ്. അത് വേസ്റ്റ് ഇടുന്ന സ്ഥലം മുംബൈയില്, അത് ഏഷ്യാസ് ബിഗ്ഗസ്റ്റ്. അതായത് നമ്മളിപ്പം നവി മുംബൈയിലാണ്, നമുക്ക് അവിടെ ട്രാഫിക് ബിന്നുണ്ട്, വേസ്റ്റ് എല്ലാം നല്ല വൃത്തിയല്ലേ. പക്ഷെ ഇതെല്ലാം കൊണ്ടിടുന്ന ഒരു സ്ഥലമാണ്. അവിടെ എത്രയോ ലക്ഷം ആൾക്കാർ താമസിക്കുന്നുണ്ട് അവിടെ ആ വേസ്റ്റിംഗ് ഡംപിങ് ഏരിയ. ഏതാ ഓടയുടെ ഇടയിലും ഡിയോനാർ എന്നാന്ന് തോന്നുന്ന സ്ഥലം, ആ സ്ഥലത്തിന് പേര് ഓടയുടെ ഇടയിലും. അവിടെയുള്ള ആൾക്കാരെല്ലാം മറ്റേ ഹാൻഡിക്യാപ്ഡ് ഒക്കെ ആയിട്ട് ജനിക്കുന്നത്, അസുഖം വന്ന് 50 വയസ്സിന് മേളിൽ ആരും ജീവിക്കുന്നില്ല അവിടെ. ആൾക്കാരെ കൂടിയത് അങ്ങനെ, അത് ആദ്യമേ ഒരു വേസ്റ്റ് ഏരിയ ആയിരുന്നു. എന്നുവെച്ചാൽ അവിടെ ആൾക്കാർ മുമ്പേ ലിവിങ് അല്ലായിരുന്നു, ബട്ട് വന്ന് താമസിച്ച അതാണ് അവസ്ഥ. അതാണ് സ്ഥലമില്ലെന്നല്ല ഇപ്പം പറയുന്നില്ല, ധാരാവിയിലെ ആൾക്കാരെ ഇറക്കി വിട്ട് അവിടെ എല്ലാം ചെയ്യാൻ പോകുന്നത്. ഇവരെയൊക്കെ ഇങ്ങോട്ടാ വിടാൻ പോകുന്നത്, ഈ സ്ഥലത്തോട്ട്. ആ സ്ഥലം നീ ഒന്ന് കാണണം. വേറൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് ഇവർക്ക് വേണ്ടി ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ പണിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവർ അവിടെ പോയി താമസിക്കത്തില്ല, ഇവർ അത് റെന്റിന് കൊടുത്തിട്ട് ഇവർ ഇവിടെ വന്നിട്ട് പൈസ കിട്ടുന്നുണ്ട്. എന്നാലും നീ ഒന്ന് കാണണം. ഞാനൊരു ഡോക്യുമെന്ററി കാണണം, അതിനകത്ത് ഓടക്കകത്ത നീ മറ്റേ നമ്മള് കോപ്പറേറ്റ് നിൽക്കുന്ന സമയത്ത് അതിന് തൊട്ടപ്പുറത്തെ അതെന്തു അത് അതിനിടയ്ക്കുള്ള നമ്മൾ നടന്നു പോയതോ. പക്ഷെ അവരത് ഓക്കെ അതുമായിട്ട് അത് യൂസ്ഡ് ആയി. ഈ പറയുന്ന അവർക്ക് തന്നെ ഗവൺമെന്റ് അപ്പുറത്ത് വേറെ ഫ്ലാറ്റുകൾ പണിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ ആൾക്കാർ അവിടെ പോകത്തില്ല, അത് റെന്റിന് കൊടുത്തിട്ടാണ് അവർ ഇവിടെ താമസിക്കുന്നത്. അവരെ നോക്കുമ്പോ എന്താ പൈസ വെറുതെ കിട്ടുന്നുണ്ട്, റെന്റിന് കൊടുത്താൽ പൈസ എന്തിനാ, നന്നായിട്ട് ജീവിക്കാനല്ലേ പൈസ. അവർക്ക് ആ സർവൈവൽ മണി കിട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ നോക്കുമ്പോ എല്ലാവർക്കും ആവശ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക, എപ്പോഴും കുറയാറില്ല. മണിയുടെ വാണ്ട് എപ്പോഴും മനുഷ്യൻ ഏറ്റവും കൂടുതൽ മതി എന്ന് പറയുന്നത് വേറെ ബാക്കി എന്ത് സാധനം എത്ര കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊക്കെയാണ് മതി എന്ന് പറയുന്നത്. നമ്മളല്ല കേട്ടോ. എടാ ഇപ്പം നാളെ നമ്മളെ 3 പേര് തൂക്കിക്കൊല്ലാൻ പോകും. തൂക്കിക്കൊല്ലുന്നതിന് നമ്മളോട് ലാസ്റ്റ് ആയിട്ട് എന്നാ കഴിക്കാൻ വേണ്ടത്, എന്നാ വേണോ.
ഞാൻ ഇത്ര സാറ് എന്താ ചിക്കിങ്ങോ KFC അവസാനം ചാവാൻ പോകുമ്പോഴെങ്കിലും മാറ്റിപ്പിടി ഞാൻ മറ്റേ വയറ് പൊട്ടെന്ന് തോന്നാൻ കഴിക്കും പക്ഷെ ചാവുമ്പോ മറ്റേ ആദ്യം തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് എന്തായാലും തിന്ന് ചാവാനുള്ളവര് ഞാൻ കഴിക്കും വാള് വെക്കുന്നവരെ എനിക്ക് ബിരിയാണി, എനിക്ക് പാലപ്പൂ സ്റ്റൂ. എനിക്ക് മറ്റേ ഒന്നും ആകത്തില്ല. എന്നാലും നിന്നോട് പറഞ്ഞ ലാസ്റ്റ് ഭക്ഷണം യുവർ ലാസ്റ്റ് മീൽ. അമ്മ ഉണ്ടാക്കും നല്ല ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും, അതൊരു ചരുവം. തൂക്കി തിന്ന് തീർന്നാലും എന്നെ കൊല്ലാൻ പറ്റും. ഞാൻ തിന്ന് തീർത്തിട്ടാ കൊണ്ടാ മതി എന്നെ. അതെന്തോ മാനസികാവസ്ഥ. കൊല്ലുന്നതിന് മുമ്പ് അവസാനമായിട്ട് എന്നാ കഴിക്കും എന്നാ വേണം ബേസിക്കലി ലാസ്റ്റ് വിഷൻ എന്നെ കൊല്ലല്ലോ. ഇത് നമ്മൾ വിചാരിച്ചില്ലല്ലോ. എന്നാ നീ പൊക്കോളെ. അയ്യോ അങ്ങനെ അതാ അവരെ നിർത്തിയിട്ട് ലാസ്റ്റ് സമയത്തൊക്കെ ആൾക്കാരുടെ മാനസികാവസ്ഥ അപ്പളും തിന്നാനുള്ള ഒരു മൈൻഡ് ഉണ്ട്. ഇത് ചാവാ പോകുമ്പോൾ 2 പൊറോട്ടയെ ഈ മരിക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള നിമിഷം എന്ന് പറയുമ്പോ എന്തായിരിക്കും ആൾക്കാരുടെ മൈൻഡിലല്ലേ ഇല്ലേ? നമ്മളിപ്പം മരിക്കാൻ പോകുമ്പോ മറ്റേ ഫ്ലാഷ് വരുമെന്ന്, നമ്മുടെ ബെസ്റ്റ് മെമ്മറീസിന്റെ ഹൈലൈറ്റ്സ് വരും എന്നൊക്കെയാ പറഞ്ഞത്. നമുക്കറിയത്തില്ല, നമുക്ക് അതിനെ പറ്റി മരിച്ചവരോട് ചോദിക്കാനും പറ്റത്തില്ല. അല്ലേ വല്ല എല്ലാം പിറപ്പം കാണിച്ചിട്ടല്ലേ കൊല്ല തൂക്കി കൊല്ല. അത് ശരിയാ. അവനൊക്കെ ഫുഡ് കൊടുക്കുന്നത് തന്നെ. ഇപ്പൊ തന്നെ കാശ്മീരി ഇന്നലെ എത്ര പേര് 26 പേര് മരിച്ചു. 26 പേരുണ്ടോ? 26ആണോ? 22 പേര് ഇഞ്ചേർഡും 20 കുറെ പേര് മരിച്ചു. അത് എവിടെയോ ഹോളിഡേക്ക് ട്രിപ്പ് പോയതാ കാശ്മീര്. കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ ആഘോഷിക്കാൻ പോയ ഒരു ദമ്പതികളുടെ കാര്യം പറയുന്നത് കേട്ട് എന്തൊരു അപരാധം ഇവന്മാര് കാണിക്കുന്നത്. അത് ചെന്നിട്ട് മുസ്ലിം ആണോന്ന് ചോദിച്ചിട്ടാ വെടിവെച്ച് കൊല്ലുന്നത്, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും. എന്ന് പറഞ്ഞാൽ അവരുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മുസ്ലിമുകളെ കൊന്ന് ഈ പാകിസ്ഥാനില് എന്തോ ഒരു ഗ്രൂപ്പുകാര് മാത്രമേ ഈ ഒരു പുള്ളിയുടെ ഭാര്യ സർവൈവ് ചെയ്തായിരുന്നു. അവര് പറഞ്ഞ മുസ്ലിം പെണ്ണുങ്ങളെല്ലാം സർവൈവ് ചെയ്തു. ആണോ? ഓ, ആണുങ്ങളെ മാത്രമേ അങ്ങനെ ഞാൻ നോക്കിയില്ല കേട്ടോ. ജസ്റ്റ് ഫസ്റ്റ് ഇൻഫർമേഷൻ ഇവര് ഒരു അമ്മയും ഒരു മോളുടെയും ഒരു സീൻ കണ്ടതാന്ന് വെച്ചാൽ അവരുടെ അടുത്ത് പുള്ളിക്കാരന്റെ അടുത്തൊന്ന് ചോദിച്ചിട്ട് പുള്ളിക്കാരനെ മാത്രമേ ഒന്നുള്ളൂ. അവര് പറയുന്നുണ്ട് ഞങ്ങളെയും കൂടെ കൊല്ലുന്നു പറയുന്നുണ്ട്. അത് കൊന്നില്ല. എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞെന്ന് മോദിയുടെ അടുത്ത് പോയി പറയണം ഞങ്ങള് ഇത് ചെയ്ത എന്തോ സംഭവം. അങ്ങനെ LET എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അത് ക്ലെയിം ചെയ്തേക്കുന്നത്. അവരുടെ ഇതെന്ന് പറഞ്ഞാൽ എന്നാ അറിയോ, അവരുടെ അജണ്ട എന്ന് പറഞ്ഞാൽ കാശ്മീർ ഫുള്ള് പാകിസ്ഥാന് കൊടുക്കണം. പിന്നെ ഈ അവരുടെ ഏറ്റവും എതിരുള്ള വെസ്റ്റേൺ ഇതായിട്ട് അമേരിക്ക ബ്രിട്ടീഷുകാര് കാരണം ഇതൊക്കെ ഇതായെന്നൊക്കെ പറഞ്ഞ് അവരെ എതിരാക്കണം. അവരുടെ മെയിൻ ഞാൻ വായിച്ചാണ് ഇവിടെ കാശ്മീർ സെറ്റ് ചെയ്ത് ഇന്ത്യയെ തകർക്കണം. അതാണ് അവരുടെ ഗോള്. കാശ്മീർ ഒരു ബേസ് ആക്കിയിട്ട് ഇന്ത്യ തന്നെയാണ്. ആക്ച്വലി ഇത് അത് പാർട്ടീഷൻ ചെയ്ത സമയത്ത് ഓൾറെഡി പാകിസ്ഥാൻ കൊടുത്തതാണ്. പാകിസ്ഥാനിലോട്ട് പോകേണ്ട അവർക്ക് ഇത് പാർട്ടീഷൻ ചെയ്ത് തന്നെ വേറെ കോമഡി. കാരണം ഇത് രണ്ടുപേർക്ക് മറ്റേ പ്രസിഡന്റ് ആവണമായിരുന്നു. മുഹമ്മദ് അലി ജിന്നയ്ക്കും ജവഹർലാൽ നെഹ്റുവിനും പ്രസിഡന്റ് ആവാം. അപ്പൊ ഈ മൈരന്മാര് കാണിച്ച പരിപാടിയാണ് ഇത് രണ്ടും സെപ്പറേറ്റ് ആക്കിയത്. കാരണം ഒരുത്തന അവിടുത്തെ ഇതുമായി പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ഇവിടെയായി, മുഹമ്മദ് അലി ജിന്ന അവിടെയായി, പുള്ളി ഇവിടെയായി. അപ്പം അന്നോട്ടെ ഇത് പവറിന്റെ ഒരു കളിയായി സാധനം. പിന്നെ ഇതിനകത്ത് ചൈനയുടെ കളിയുണ്ട്. ചൈനയും കയറി വരുന്നുണ്ടല്ലോ ഒരു മൂല നവന്മാരി. ഒരു അമ്മരെ എവിടെയൊക്കെ കയറി നിൽപ്പില്ലേ, ക്യാമ്പ് അടിച്ച് നിൽപ്പില്ലേ ഇപ്പം ചൈന ആണ്. ഇടയ്ക്കൊരു സമയത്ത് താഴത്തെ ഈ പോലെ നടക്കുന്നിടത്ത് ചൈനയുടെ മറ്റേ കൊടിയല്ലടാ, മറ്റേ സബ്മറൈൻസ് ഉണ്ടല്ലോ, സബ്മറൈൻസ് വന്നു പോയെന്നും ശ്രീലങ്കയിലാണോ? ശ്രീലങ്കയിലിടയ്ക്ക് ഇവര് പോയിട്ട് ശ്രീലങ്കയെ മറ്റേ ഡെപ്ത് ട്രാപ്പിലാക്കിയിട്ട് ഇവന്മാര്, കാരണം അവിടെ പോർട്ടും ഇതെല്ലാം ഇന്ത്യ ഇപ്പൊ കയറി അവിടെ നമ്മുടെ പോർട്ടും ഇതൊക്കെ വരുന്നു. പിന്നെ അവിടെ ശ്രീലങ്കയിൽ ഒരിക്കലും ഒരു ഡിഫൻസ് പാക്ട് സൈൻ ചെയ്തത്. അതായത് ശ്രീലങ്ക വേറൊരു രാജ്യത്ത് വന്ന് ബേസ് ആയി ഇന്ത്യ ആക്രമിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു MOU ഒക്കെ സൈൻ ചെയ്തത്. ഇപ്പൊ എല്ലാരും ശരിക്കും പറഞ്ഞ ഒരു വാറിന്റെ ഒരു സാധനം വരും. നമ്മളത് അറിയാത്തത് അതിന്റെ കാര്യങ്ങൾ. നമ്മള് ന്യൂസ് ഒക്കെ കാണുമ്പോ എല്ലാം ഒരു വാറിന്റെ മണം അടിക്കുന്നുണ്ട്. ചൈനയും അമേരിക്ക, ഇറാന്, ഇസ്രായേല്, പാലസ്തീന്. മറ്റേ
ഇവിടെ ഇന്ത്യ, വാറ് പാകിസ്ഥാൻ. നടക്കുന്ന ഞാനൊരു കോട്ട് കേട്ടാ മറ്റേ ടൊവിനോ എവിടെ പറയുന്ന കേട്ടാ, അവൻ എവിടെ വായിച്ചത്, അവൻ ഇത് കേട്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. ഒരു സ്ഥലത്ത് വാറ് നടക്കുന്ന മെയിൻ കാരണം എന്ന് പറയുന്നത് റിലിജിയൻ ആണ്. ദൈവത്തിന്റെ പേരില് ദൈവം, റിലിജിയൻ, പിന്നെ കാസ്റ്റ്, അങ്ങനെ ഞാൻ പൈസ, വാട്ടവർ, പവർ. പക്ഷെ നമ്മളെല്ലാരെയും ബ്ലെയിം ചെയ്യുന്നത് സാത്താനെയാണ്, സൈറ്റൻ അല്ലെങ്കിൽ സാത്താനാണ് എല്ലാത്തിനും ചീത്തയെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഉള്ള പ്രശ്നം നടക്കുന്നതെല്ലാം ദൈവത്തിന്റെ പേരിലാണ്. അതൊരു ലൈക്ക് അത് കേട്ടപ്പോ ഞാൻ ഇങ്ങനെയല്ല അത് പറഞ്ഞ സ്റ്റോറി ഉണ്ട്. അത് എനിക്കറിയാൻ കേട്ടായിരുന്നു. പക്ഷെ അത് 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 കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പറഞ്ഞ ശരിയാണല്ലോ. നമ്മൾ എന്തിനാണ് ഒരു സാധനത്തെ ബ്ലെയിം ചെയ്യുന്നത്? ശരിക്കും എന്താ പൈസയാണ് മെയിൻ കാരണം. മെയിൻ കാരണം പൈസ. പൈസക്ക് വേണ്ടിയല്ല. മണ്ണ്, പൊന്ന്, പെണ്ണ്. ഇതാണല്ലോ പണ്ട് തൊട്ടേ യുദ്ധത്തിന്റെ യുദ്ധവും ഈ ഹിന്ദുക്കളുടെ മഹാഭാരതവും ഇതൊക്കെ എടുത്ത നമ്മുടെ ട്രോയ് മറ്റേ അതെല്ലാം പെണ്ണിന്റെ പേരല്ല. രാമായണം യുദ്ധം ഉണ്ടായ എന്തിനാ? മറ്റേ രാമന്റെ മറ്റേ ഞാൻ കേട്ടിട്ടുണ്ട്. അതെ അതെ. പക്ഷെ ഞാൻ കേട്ട ഒരു കഥയ്ക്കകത്ത് രാവണനെ ഗ്ലോറിഫൈ എന്നല്ല, രാവണന്റെ ഒരു പാർട്ട് ഓഫ് ദ സ്റ്റോറി കറക്റ്റ് ആന്നുള്ള ഒരു സാധനമുണ്ട്. അത് നീ രാവണപ്രഭുനാണോ എന്തോ മറ്റേ ലങ്കയുടെ ഐശ്വര്യമായ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട രാവണപ്രഭു. രാമൻ ഞങ്ങള് കഴിഞ്ഞ ദിവസം കണ്ടാണ്. അല്ല അതല്ല അതൊക്കെ അല്ല, അല്ലാതെ ഞാൻ മീശ വിരിച്ചൊക്കെ. അപ്പൊ നിന്റെ സൈഡിൽ നിന്ന് ഒരു സ്റ്റോറി, നിന്റെ ഇത് സൈഡ് നോക്കുമ്പോ നിനക്കായിരിക്കും ശരി. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് നിന്റെ സൈഡ് നോക്കുമ്പോൾ നിനക്കായിരിക്കും ശരി, നിന്റെ സൈഡ് നോക്കുമ്പോൾ നിനക്കായിരിക്കും. നമ്മള് അഭിപ്രായം പറയുന്നത് നമ്മളതായിരിക്കും മണ്ണന്മാരാണ്. ശരിക്കും തന്നെ ഒരു ചരിത്രം ഉണ്ടാവുന്ന ആരാ? ജയിച്ച ആളാ ചരിത്രം. അവരുടെ പേരില് ഇതാക്കും. ഇപ്പൊ മറ്റേ ട്രോയ് എന്ന് പറയുന്നത് അറിയത്തില്ല, മറ്റേ കൂട്ടൻ കുതിരക്കകത്ത് പട്ടാളക്കാരെ അതെല്ലാം അവിടുത്തെ പ്രിൻസസ് വേണ്ടിയാ തുടങ്ങി. ഒരു കളിക്ക് വേണ്ടി എന്തൊക്കെയാ ആൾക്കാര് ചെയ്യും. മറ്റേ സിദ്ധാർത്ഥിന്റെ കാര്യല്ലേ ഇത്, അതല്ലേ സംഭവം. അതന്നെ പെണ്ണ്. ഇപ്പൊ മഹാഭാരതം ആണെങ്കിലും മറ്റേ എല്ലാ പുള്ളിക്കാരുടെ ഇതഴിച്ച് ചൂത് കളിച്ചുണ്ടായതല്ലേ മറ്റേ മറ്റേ സാരി വലിക്കുന്ന പരിപാടി. ഇതൊക്കെ പ്രശ്നമാവോന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ വള്ളിയാവോന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ കേട്ട കഥ നമുക്ക് അറിയാവുന്ന ഇതാ പറയുന്നത്. എന്നാടാ മറ്റേ അമ്മച്ചിയൊക്കെ പറഞ്ഞ കഥയൊക്കെ ഇതൊക്കെ നമ്മളിവിടെ ഇരുന്ന് നമ്മള് പറയും, നമ്മളൊരു വയ്യ ഇടിയുള്ള ചിലപ്പോ തെറ്റായിരിക്കും. ശരിയാ. ഇതെല്ലാം ചുമ്മാ ഒരു ഇതായിട്ട് എടുത്താൽ മതി. നമ്മളാരെയും പറയുന്നുണ്ട്, നമ്മുടെ പരിപാടി ആരെയും ദ്രോഹിക്കുന്നത്. അതെ, ചുമ്മാ നിങ്ങള് കേട്ടിതൊന്നും കേട്ടിതാവാ ഒഫൻഡ് ആവാതിരുന്നത്. വയ്യ തുടങ്ങി വരുന്നതേ ഉള്ളൂ. ഇതൊന്ന് താങ്ങാൻ വയ്യ. അല്ല ഈ ഓരോ കഥയുണ്ടായി നമ്മള് ഓരോ ആൾക്കാരെ കേട്ട് വരുന്നത്. അവരെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അത് തന്നെയുണ്ട്. നമ്മുടെ ഈ ഒരു രാമായണം എന്ന് പറയുന്നത് തന്നെ കുറെ ഉണ്ട്. ഈ നോർത്ത് ഇന്ത്യയിലെ ഒരു കഥയായിരിക്കും, താഴെ നറേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ മാറി മാറി വരും. ഇത് മറ്റേ ജെഫ് ബേസോസ് സ്പേസ് വിട്ടു കുറെ പെണ്ണുങ്ങളെ 11 മിനിറ്റ് അവര് സ്പേസ്. ആരൊക്കെയാന്ന് അറിയോ? കേറ്റി പെറീനെ അറിയോ? ഒരു പാട്ട് കേട്ടിട്ടുണ്ടായിരിക്കും അവരുടെ പാട്ട്. പിന്നെ ജെഫ് ബേസോസിന്റെ ഗേൾ ഫ്രണ്ട്, പിന്നെ ബാക്കിയുള്ളവരെല്ലാം നാസയിലെ കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പെണ്ണ്, എല്ലാം വിമൻ ടീമാണ്. ഞാനത് ഈ കേറ്റി പെറീനെ എന്തിനാ വിട്ടത് മനസ്സിലായി. പാട്ടുകാരി അതൊക്കെ പോട്ടെ. ഇത് അല്ലല്ലോ, ഇത് ഇവര് മറ്റേ പൈസ ടിക്കറ്റ് എടുത്ത് പോയതാ. ഫസ്റ്റ് ഇത് എനിക്ക് തോന്നുന്നു അങ്ങനെയല്ലെന്ന്. എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റ് ഇത് പൈസ മേടിച്ചൊക്കെ വിടും. ഇത് ഭയങ്കര ഒരു കോൺട്രവേഴ്സി ആയത് എപ്പോഴാണെന്നറിയാം? ഇവര് ഈ ഇറങ്ങിയിട്ട് മറ്റേ നിലത്തൊക്കെ ഭയങ്കര ഷോ കോട്ട് വന്നു. ഇവരെല്ലാം ആസ്ട്രോനോട്ട് എന്ന് പറഞ്ഞ് ടാഗ് ചെയ്തു. ഒരു ആസ്ട്രോനോട്ട് എന്ന് പറയുന്നത് ഇത്രയും പഠിച്ച് ഇത്രയും അതൊരുമാതിരി IPS അവര് സ്പേസിൽ പോയി കണ്ടു, മേളിന്ന് ഇത് കണ്ടു. മറ്റേ മമ്മൂട്ടി അറിയാം ഇന്ത്യൻ പോലീസ് സർവീസ് പോയിട്ടുണ്ടോന്നൊക്കെ അറിയാം. ഇതൊക്കെ പോയതാന്നോ? അല്ലല്ല, വീഡിയോ കണ്ടു, പോയി കാണും. ഈ കാലത്തൊക്കെ പറ്റിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ക്യാമറ ഇതൊക്കെ ഉള്ളടത്ത് അവര് പോയി. എനിക്ക് തോന്നുന്നു അങ്ങ് അപ്പർ ലെയറിലൊന്നും പോയി കാണത്തില്ലേ, ഏതോ ഒരു തട്ടിൽ പോയി തിരിച്ചു വന്നു. മറ്റേ ഗ്രാവിറ്റി ഇത് പറന്നു അത് നടന്നു, കണ്ടു. അത് പോയി. മറ്റേ ഗ്രാവിറ്റേഷണൽ സാധനമൊക്കെ അതൊക്കെ കണ്ടു, വീഡിയോ കണ്ടു.
ഏറ്റിപ്പേര് മറ്റേ പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. എനിക്ക് എന്താ പറയുക, ഇവളെങ്ങനെ മറ്റേ കുമ്മനം സീൻ കുമ്മനടിച്ച് കയറി, ഏറ്റിപ്പേര് കുമ്മനടിച്ച് കയറി ഇവിടെ സ്പേസിൽ. എന്നാലും എന്നെ പൊളിയായിരിക്കുമല്ലോ സ്പേസിൽ പോകാൻ. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പ്ലെയിനിൽ കയറാത്ത ആൾക്കാർ വരും. ഇപ്പൊ ഇവര് സ്പേസിലൊക്കെ പോകും. നമുക്കൊക്കെ എപ്പോഴായിരിക്കും സ്പേസിൽ പോകാൻ പറ്റുന്നത്? ആത്മാവായിട്ട് അത്രയും കിടക്കും മണ്ണിന്റെ അടി മറ്റേ പുഴയൊക്കെ ചാമ്പിട്ടൊക്കെ നല്ല പ്രോട്ടീൻ. നമ്മളൊക്കെ മറ്റേ അലഞ്ഞ് നടക്കുന്ന പ്രേതങ്ങളെ ഞങ്ങളെ പിന്നെ പല്ല് പോലും കിട്ടുന്നത്. എന്നിട്ട് മറ്റേ ലാസ്റ്റ് നമ്മളിലെ ചിക്കനൊക്കെ കടിച്ച് പറിച്ച് കഴിയുമ്പോ ലാസ്റ്റ് കുറച്ച് പൊടി കിട്ടും. അതുകൊണ്ട് കടലില് മറ്റേ ഇതില് ശരിയാ, നമ്മള് പണ്ടിപ്പോ ഒരു ലിവിങ് സാധനമായിരുന്നു, ലാസ്റ്റ് വെറും പൊടിയായി മാറും, കാർബണാറ്റുമായിട്ട് മാറും തിരിച്ച്. ഇതൊന്നും ആലോചിച്ചോക്കെ നിന്റെ പോസ്റ്റൊക്കെ വർഷങ്ങൾ അതെ, ആൾക്കാര് വന്ന് കടലിന്റെ പോത്തില് ആൾക്കാര് കുറെ വർഷം കഴിഞ്ഞ് നോക്കും. ചിലപ്പോ നമ്മുടെ ഫോണൊക്കെ ആയിരിക്കും കേട്ടോ, അവർക്ക് അതിനകത്തുനിന്ന് ഫോട്ടോ ഒക്കെ നമ്മളല്ല മറ്റേ കള്ളു പിടിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ. ഫോണിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ഇതുപോലൊരു ഇത് കണ്ടതാ, ഉള്ളതാണോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. ഈ ടൈം ട്രാവൽ ചെയ്യുന്ന ഒരു ക്യാമറയുടെ ഒരു ഇത് കണ്ടിട്ടുണ്ടോ ഇൻസ്റ്റാഗ്രാമില്? എന്ത് ക്യാമറ കുഴിച്ചിടുന്നാണോ അവർ ഒരു സ്ഥലത്ത് ഈ ഫോട്ടോകൾ ഇതെല്ലാം? ഫോട്ടോ അല്ലല്ല, ഒരു ക്യാമറ ടൈം ലാപ്പ് ചെയ്യുന്നേ. ടൈം ട്രാവൽ എന്ന് വെച്ചാൽ ഈ ക്യാമറ തന്നെ അവര് ഈ എത്രയോ വർഷം പുറകിലുള്ള ഒരു പിക്ചറിനകത്ത് ഈ ക്യാമറ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അറ്റ് പ്രസന്റിലും ആ ക്യാമറ അങ്ങനെ എന്തോ ഒരു സംഭവം ഞാൻ ഇങ്ങനെ അത് കറക്റ്റ് ആണോ എനിക്ക് തോന്നുന്നു. കറക്റ്റാണോന്നും അറിയത്തില്ല. നീ ഒന്ന് ആലോചിക്കും, ഇപ്പം നമ്മള് യൂട്യൂബിലല്ലേ ഇടുന്നത് വീഡിയോ, കുറെ വർഷം കഴിഞ്ഞ് ചിലപ്പോ യൂട്യൂബ് അന്ന് അവര് നോക്കി പണ്ടത്തെ കേരളത്തിലെ ആൾക്കാർ ഇങ്ങനെ ചെയ്ത് ഒരു തൊപ്പി പണിയൊക്കെ പിടിച്ച് മാലയൊക്കെ ഇട്ട് നമ്മുടെ ഇപ്പൊ പണ്ടത്തെ ഈ ഓരോ ഗുഹയ്ക്കകത്തൊക്കെ വരച്ച് വെച്ചിരിക്കുന്നില്ല, അന്ന് അവൻ ഏതോ കിറുക്ക് കയറിയുമ്പോ വരച്ചേ കൈ കൊണ്ട് ഇങ്ങനെ വെക്കുന്നു. പണ്ടത്തെ കാര്യം പണ്ട് ഇപ്പൊ നമ്മളൊരു കാർ എടുക്കുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് ഒരു അംബാസഡർ അല്ലെങ്കിൽ ഒരു മാരുതി പിന്നെ ബെൻസിന്റെ അങ്ങനെ ചെറിയ കുറച്ച് വിരലുണ്ടാവുന്ന വണ്ടികളേ ഉള്ളൂ. ഇപ്പോഴത്തെ ആലോചിക്കാം മറ്റേ ഫുള്ളി അഡ്വാൻസ്ഡ് അലമ്പാ സാധനം, പക്ഷെ എന്നാലും ഫുള്ളി അഡ്വാൻസ്ഡ് ടെക്നോളജി വരുന്ന മറ്റേ തന്നെ പാർക്ക് ചെയ്യുന്ന മഹേന്ദ്ര മറ്റേ BYD മറ്റേ കുഴി കണ്ടാ ചാടി പോകുന്ന ആലോചിച്ച് നോക്കി വണ്ടി. ആ ഫോട്ടോകൾ ഉണ്ടെങ്കിൽ ചാടി പോകും. എന്തോ എവിടെ നിന്ന് എവിടെ വരെ വന്നെന്നുള്ളത്. മറ്റേ പണ്ട് BMW സാധനം ഉണ്ടായിരുന്നു, ഒരു പാർക്കിംഗ് നമുക്ക് കേറാൻ വയ്യ, വണ്ടി ഫ്രണ്ടിലേക്ക് പുറകെ ആകാൻ പറ്റും റിമോട്ട്. അത് ഇപ്പൊ മഹീന്ദ്രക്കാർ ഇറക്കിയത് ഓട്ടോമാറ്റിക് പാർക്കിംഗ് മാത്രമല്ല ഫ്രണ്ടിലേക്കും പുറത്തേക്കും പോകുന്നു. ഇപ്പം നമ്മള് നമുക്ക് ഇപ്പൊ ഏലിയൻസ് മേളിൽ നോക്കുമ്പോ അവന്മാരെ ചിലപ്പം ടൈം ട്രാവലിംഗ് ഒക്കെ ആയിരിക്കും. അവന്മാരിപ്പോഴും മറ്റേ ടയർ ഇട്ട വണ്ടി ഓടിക്കുക, അവന്മാരെ കളിയാക്കുക. അവന്മാരിപ്പോഴും മറ്റേ പെട്രോളൊക്കെ അടിച്ച വണ്ടി ഓടിക്കും. ട്രയാങ്കിൾ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് എന്തോ ടൈം ട്രാവലിന്റെ എന്തോ പണ്ട് ഒരു സ്ട്രോങ്ങസ്റ്റ് മാഗ്നറ്റിക് ഫോഴ്സ് സിനിമയ്ക്കകത്ത് അവിടെ എന്തോ മാഗ്നറ്റിക് ഇത് ഭയങ്കര കൂടുതലാണ്. അതൊന്നും ആലോചിച്ച് നോക്കിയാ നീ അവിടെ കുറെ പ്ലെയിനൊക്കെ അതിനകത്തോട്ട് വീഴുന്നുണ്ട്. ചിലപ്പോ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇത്രയും സയൻസ് ഡെവലപ്പ് നമ്മളൊക്കെ ചിലപ്പോ വേറെ ഈ മറ്റേ എർത്ത് 366 ചിലപ്പോ ഈ ചൈനയിൽ എവിടെ ഒരു കേവ് ഉണ്ട്, ആ കേവിനകത്ത് ശരിക്കും ഒരു വേറൊരു ലോകമാണ്. ചൈനയിലാണോ അത്? ചൈനയിലാന്ന് എനിക്ക് തോന്നുന്നു. എവിടെ ഉണ്ട് ഒരു കേവ് കയറി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അവിടെ മൊത്തം ഫുള്ള് മറ്റേ വേറൊരു ഇക്കോസിസ്റ്റം അവിടെ എന്ന് പറഞ്ഞാൽ മരം ഇത് ചെടികള് വേറൊരു ലോകം ആ കേവിനകത്ത്. അല്ല ശരിക്കും ഉണ്ട്, ശരിക്കും ഉണ്ട്. ആ കേവിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. ആ ലോകത്തെ ആൾക്കാർ താമസിക്കും അങ്ങനെ പറഞ്ഞു. അത്ര ഇടയുണ്ട് അതിനകത്ത്. അത് ഒരു മലയുടെ എന്തോ ഒരു സൈഡിൽ എന്തോ ആ ഒരു ചെറിയൊരു പട്ടം പോലെ അതിനകത്ത് അത്യാവശ്യം വലുതാ, അതിനകത്തോട്ട് കയറി പോകുന്ന അങ്ങനെ അതല്ലേ നീ പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ട വെച്ചാൽ ഇത് കേവ് ഉണ്ടാവുന്ന തന്നെ എങ്ങനെ, ഇതിനകത്ത് ഈ പണ്ടത്തെ ആനിമൽസ് ഒക്കെ ചത്ത് എല്ലാം ഇതായി. അപ്പൊ അതിനകത്ത് കാൽഷ്യം കാണും. ഈ മണ്ണ് അത് കൂടി ഇതിന്റെ ഇടയിൽ അപ്പം ഇത് മണ്ണ് ഇവിടെ കാൽഷ്യം ഡെപ്പോസിറ്റ്സ് ഇവനടി പിന്നെ മണ്ണ് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. ഈ pH കുറവുള്ള അതായത് ആസിഡ് റെയിൻ വീഴുമ്പോൾ ഈ വെള്ളം എന്നാണെങ്കിലും ഈ ഇടക്കൂടെ കയറി താഴോട്ട് പോകുമല്ലോ. അപ്പൊ ഈ കാൽഷ്യത്തിന്റെ അവിടെ എത്തുമ്പോ ഇത് അലിഞ്ഞു പോകും. അങ്ങനെ അലിഞ്ഞാണ് അത്രയും ഭാഗം കേവ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഇങ്ങനെ ഒരു സാധനത്തിനകത്ത് ഒരു ഇത്ര ഏരിയ ഒരു ഹോളോ സ്പേസ് ഒരു സാധനത്തിനകത്ത്. ഇവിടുത്തെ അതെല്ലാം അലിഞ്ഞു പോകുമ്പോഴാണ് ഈ കേവ് ഉണ്ടാകുന്നത്. അതെ, നമ്മളൊക്കെ ചിലപ്പോ മരിച്ച് കുറച്ചാണ് നമ്മളെയൊക്കെ പെട്രോൾ ആക്കുമായിരിക്കും എടുത്ത് ഫോസിൽ ഫ്യൂവല്.
അതെ ഇപ്പൊ ഇരുന്ന് ഇവിടെ ഇരുന്ന് നമ്മളെ സംസാരിച്ച് നാളെ നമ്മളേതോ വണ്ടിയുടെ ഫ്യൂൾ ടാങ്കിനകത്താവോ കത്താൻ വേണ്ടി. അങ്ങനെയൊക്കെ ആലോചിച്ച് പോവാണ് നമുക്ക്. അപ്പം ഫോസില് കനൽച്ചാണ്ടൊക്കെ ഫോസിൽ ആലോചിച്ചു എടാ ഫോസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വലിപ്പമൊക്കെ വെളിയിലുള്ള എല്ല് സെയിം തന്നെ അല്ലേ, അകത്തെ സ്കെലിറ്റണിലൊക്കെ വലിയ വ്യത്യാസം നീളമൊക്കെ മാറുന്നല്ലേ ഉള്ളൂ. ഫോട്ടോ എടുത്താ വെച്ചേക്ക്. ഇത് ഈ തടി ഇതൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം സെയിം അല്ലേ. ചേട്ടൻ കുഴിച്ചിടുമ്പോ ചേട്ടൻ അപ്പുറത്ത് ഒരു ഫോട്ടോയും കൂടെ എടുത്തത് പേടിക്കണ്ട. അതാ ഇവരെ കാണുന്നത്. നീ അതിനു മുമ്പേ നിന്നെ കുഴിച്ചിട്ട് അവിടെ മക്ഡൊണാൾഡ്സ് രാസ് ചാമോ എനിക്കൊരു ഡബിൾ പാറ്റി ബർഗർ തരാം. ഈ വയറ് നിർത്തി കഴിച്ചിട്ട്. അയ്യോ പിന്നെ നമ്മൾ തന്നെ പറഞ്ഞോണ്ടിരുന്നേ നമ്മള് മരിക്കുന്ന കാര്യമുണ്ടല്ലോ. അതെ ഇപ്പൊ നമ്മളിപ്പോ സ്റ്റാർ ഒക്കെ ഇവിടുന്ന സ്റ്റാർ ഇതെല്ലാം ഓരോ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇങ്ങനെ കാർബൺ ഇതൊക്കെ ഉണ്ടല്ലേ. നമ്മളും ആ സാധനം തന്നെയല്ലേ, ഈ കാർബൺ ആറ്റംസും അതൊക്കെ അല്ലേ. നമ്മൾ തന്നെയായിരിക്കും പിന്നെ സ്റ്റാർ ആയിട്ടൊക്കെ പോകുന്നത്, പറയാൻ പറ്റത്തില്ല. ആണോ? എടാ എല്ലാം ഒരു കെമിക്കൽ. ഇപ്പൊ നമ്മളിപ്പോ ഇത് ഫുള്ള് എനർജി എന്ന് പറഞ്ഞാൽ മാറ്റർ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുവല്ലേ. അപ്പൊ നമ്മൾ മരിച്ചിനേക്കാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഡീകമ്പോസ് ആയി മണ്ണിനോട് ചേരുവല്ലേ. എടാ ഇതെല്ലാം അതുപോലത്തെ ആറ്റംസ് എലമെന്റ്സ് ഒക്കെ ചേർന്നല്ലോ ഉണ്ടാകുന്നത്. അപ്പൊ എന്തുകൊണ്ട് നിന്റെ ചിലപ്പോ ഒരു എലമെന്റ് അങ്ങോട്ട് പോയിക്കോളൂ അല്ലെ, നിന്റെ ഒരു എന്റെ എലമെന്റ് തൊട്ടുള്ള പരിപാടി എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ. അയ്യോ ചൂടായിട്ട് അയ്യോ അത് പറഞ്ഞപ്പോഴ സത്യം പറഞ്ഞ എനിക്കൊന്ന് മുംബൈയിൽ എത്തണം പ്രശ്നമില്ല തോന്നുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചുമ്മാ നിക്കുമ്പോ ഇവിടെ രാത്രിയിൽ ഉഷ്ണ, എന്റെ ദൈവമേ ഉഷ്ണ ഇവിടെ എന്ന് പറഞ്ഞാൽ വേർക്കും. ഹ്യൂമിഡിറ്റി വെയില് കാരണമുള്ള ഇതല്ല നമുക്ക്, മറ്റേ ഹ്യൂമിഡാ ഇവിടെ, ഭയങ്കര ഇറിറ്റേറ്റിങ് അത്. അതാ എപ്പോഴും വേർത്തുകൊണ്ടിരിക്കും. വെളിപ്പോയി അപ്പൊ കുളിക്കാം, എപ്പോഴും സ്റ്റിക്കി ആയിക്കൊണ്ടിരിക്കും, മുടിയല്ലാണ്ട് പോലെ ദേഹത്ത് ഇങ്ങനെ ഒട്ടുന്ന പോലെ. അപ്പൊ നമ്മൾ പോയി ഓരോ നാരങ്ങ വെള്ളം കാച്ചി, ഓരോ ബോഞ്ചി വെള്ളം കാച്ചി തണുത്ത ചിൽഡ്. നിങ്ങക്ക് പണ്ട് കുഞ്ഞായിരുന്നു ഇങ്ങനെ ഇമാജിനറി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു? എനിക്കുണ്ടായിരുന്നു. നമ്മുടെ മനസ്സിൽ ഇപ്പം നമ്മള് കൊച്ചിലെ ഇപ്പം ഓരോ കഴിഞ്ഞ വർഷം നമ്മള് പറയില്ല നമ്മള് മറ്റേ ഇങ്ങനെ പോകാറത്തേക്കാള് അതുപോലെ ഇപ്പം ഒരു ഇമാജിനറി ഫ്രണ്ട് ആയിട്ട് അതായത് കൂടെ ഒരാളുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സിലെ ഒരു ഇതാണ്. എനിക്ക് ക്രഷിനെയൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ക്രഷിന് ഇമാജിനറി അങ്ങനല്ല. സ്കൂളിൽ ക്രഷ് കാണുമല്ലോ, സ്കൂളിൽ ഒരു ക്രഷ് കാണുമല്ലോ. ആ പെണ്ണ് നമ്മുടെ ഫ്രണ്ടിൽ ഉള്ള പോലെ അതിനോട് സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുമായിരുന്നു, ആരോട് പറയാതെ കേട്ടോ. ഞാൻ വിളിക്കുന്നതൊക്കെ നീ സംസാരിക്കുമായിരുന്നു. എന്നിട്ട് പിന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അന്ന് മറ്റേ അവരോട് പോയി സംസാരിക്കാനുള്ള ധൈര്യമൊന്നും ഇല്ല. ഞാൻ പറയല്ല പോട്ടെ. മറ്റേ പണ്ടെങ്ങനെയാ, പണ്ട് സ്കൂള് തുടക്കം 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു. മറ്റേ പെമ്പിള്ളാരുടെ അടുത്ത് ഇരുത്തിപ്പിക്കത്തില്ല, അപ്പുറത്തെ എനിക്ക് സ്കൂള് സംസാരിക്കാൻ പേടിയാ. കാരണം ഞാൻ മുമ്പേ ചെന്ന് വേണ്ട പെമ്പിള്ളാരോടൊന്നും വരെ സംസാരിക്കാൻ പഠിക്കും. എന്നുവെച്ചാൽ അവരോട് നോർമൽ സംസാരിച്ചാൽ മതി. നമ്മള് പക്ഷെ കൊച്ചിലെ തൊട്ടേ സ്കൂളിൽ ഇങ്ങനെ ഒരു നമ്മുടെ ഏജ് ഗ്രൂപ്പും നമ്മൾക്ക് ചിലപ്പോ ആണുങ്ങൾ മാത്രമായിട്ടൊക്കെ ആയിരിക്കണം നടക്കുന്നത്. അപ്പം പിന്നെ എനിക്ക് ഈ വയസ്സ് കൂടുതലുള്ളവരായിട്ടൊക്കെ സംസാരിക്കാൻ പണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അതായത് ഇപ്പം ഞാൻ 5ാം ക്ലാസ്സിൽ, നീ 6ാം ക്ലാസ്സിലാണെങ്കിൽ എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പണ്ട് ഇപ്പോഴല്ല, ഇപ്പൊ നമുക്ക് അങ്ങനെ. ഇപ്പൊ നീ എന്നെക്കാൾ 1 വയസ്സ് മൂത്താണല്ലോ, 2 വയസ്സ് മൂത്തല്ലേ. എന്റെ ക്ലാസ് അത് ഞാൻ വേറെ അല്ല പണ്ട്. അതാ നമ്മളാ അവരോടെ മാത്രം നടന്ന എക്സ്പോഷറിലാണ് നടക്കുന്നത്. മറ്റേ ഇൻസ്റ്റയിൽ ഒരു മീം വരും, നമ്മുടെ കൂട്ടത്തില് ഒരു ഫ്രണ്ട്സിന്റെ ഒരു ഗ്രൂപ്പ് കാണിച്ചിട്ട് മറ്റേ ഏജ് കാണിക്കുന്നത് 34, 22. ഇപ്പോഴത്തെ എനിക്ക് അത്രയും പ്രായം, എനിക്കൊന്ന് ജോലിക്ക് കയറിയ ശേഷം ഞാൻ അങ്ങനെ കുറച്ചുകൂടെ ഇച്ചിരി പ്രായം കൂടുതലുള്ള ആൾക്കാരായിട്ടൊക്കെ ഫ്രണ്ട്സ് ആവുന്നത്. നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുമ്പോൾ കമ്പനി അങ്ങനെ ആവാ മതി. ഇപ്പൊ കുഴപ്പമില്ല. പണ്ട് എനിക്കൊന്ന് കള്ളുകൂടി തുടങ്ങിയ ശേഷമാ അങ്ങനെ പരിചയപ്പെടാൻ തോന്നിയത്. അതൊരു മെയിൻ ഫാക്ടറാണ്. കാരണം ഇപ്പൊ എല്ലാവർക്കും കള്ളു വേണം എല്ലാ പരിപാടിക്കും. അത് വേണമല്ലോ, നമ്മളും അത് തന്നെയല്ലേ വെച്ച്. സാധനം പാർട്ടി ഓണാക്കാൻ കള്ള്. എടാ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ ചില ആൾക്കാരുണ്ടോ അടിച്ചില്ല ഒന്നും മിണ്ടത്തില്ല, അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കമ്പനി.
നമ്മുടെ ഇൻഹിബിഷൻസ് പോകുന്നോണ്ടാണ് നമ്മളത് കമ്പനി ആവുന്നത്. ശരിക്കും നമ്മൾ അത്രയും ഇതായിട്ട് ഇങ്ങനെ ജീവിക്കും. ഓപ്പൺ അപ്പ് അല്ലെങ്കിൽ ഞാൻ മറ്റേ അറിയാത്ത ആൾക്കാരോടൊക്കെ മറ്റേ ആദ്യമായിട്ട് കാണുക ഞാൻ മിണ്ടാതിരിക്കും. ഇന്നലെ തന്നെ അവിടെ പോയിട്ട് ഞാൻ അധികം മിണ്ടിയിട്ടില്ലല്ലോ. ഇന്നലെ നമ്മളവിടെ ഇന്നലെ അല്ലേ ഞാൻ മറ്റേ ചായ കുടിക്കാൻ പോയില്ല. അവനവിടെ അന്ന് പോയപ്പോ ഞാൻ മിണ്ടി. അന്ന് ഓണായിരുന്നു. പക്ഷെ ഇപ്പൊ ചായ കുടിക്കാനൊക്കെ പോയപ്പോ എനിക്ക് അങ്ങനെ നമ്മളിപ്പോ കണ്ടിന്യൂ സംസാരിക്കാത്ത ആൾക്കാർ. പക്ഷെ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞ അങ്ങനെ പണ്ട് ഇപ്പം ആരെങ്കിലും ഒക്കെ പോകാനുള്ള നമുക്ക് ഒരു ബിയർ അടിക്കാം അങ്ങനെ. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം അല്ലെ, നമുക്ക് ചുമ്മാ പോയി അവിടെ ഇരിക്കാം. ഫുഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളും ഇപ്പൊ എൻജോയ് ചെയ്യാൻ തുടങ്ങും. ഒരു ടൈം പീരീഡ് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ ഒരു ഏജ് ഇത്ര ആകുമ്പോ നമ്മളതിന്റെ മടുക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പം വേറെ അങ്ങനത്തെ സ്മോൾ തിങ്സ് ഒക്കെ ഇഷ്ടം. ചായ കുടിക്കാൻ പോകുന്നു, ഒരു ബോണ്ട കഴിക്കാൻ പോകുന്നു, ഒക്കെ ആ സ്മോൾ തിങ്സ് ഹാപ്പി. അതെ അതെ, കുറച്ചുകൂടെ ഫാമിലി ആയിട്ട് കുറച്ചുകൂടെ ഇങ്ങനെ നമുക്ക് എല്ലാവരുമായിട്ടും പോവാം, അങ്ങനൊക്കെ തോന്നാൻ തുടങ്ങുന്നുണ്ട്. എനിക്ക് വീട്ടിൽ ഇരിക്കും. ഒന്നാമത്തെ കാര്യം വെളിയിൽ പോയാ എപ്പോഴായാലും തിരിച്ചിങ്ങോട്ട് വരണം എന്നാ സത്യം പറഞ്ഞ ആഗ്രഹം. എന്തായാലും അവസാനം ഇവിടെ ഇപ്പം ഒരു ഡേ കുറച്ച് സ്പെൻഡ് ചെയ്തു, പക്ഷെ തിരിച്ച് ഇവിടെ വരണം എന്ന്. എനിക്ക് തോന്നുന്നു ഒരു കല്യാണം ഒക്കെ കഴിച്ചവരുടെ അവസ്ഥ അതായിരിക്കും. അവരെ ഇങ്ങനെ വെളിയിൽ കിട്ടാറില്ലല്ലോ. ഒരു ഫാമിലി ആയിട്ട് ജീവിക്കാൻ, അല്ലെ ഒരു വൈഫ്, ഈവൻ ഗേൾ ഫ്രണ്ട് ആണല്ലോ. എനിക്ക് ഒരുമിച്ച് ജീവിക്കുന്ന ഗേൾ ഫ്രണ്ട് ആയിട്ട് ഒരുമിച്ച് ജീവിക്കാണല്ലോ എനിക്ക് തോന്നുന്നു അവരില്ലാതെ എവിടെയും പോകാൻ പറ്റത്തില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാൻ കണ്ട ലിങ്ക്വറിന്റെ അതൊന്നും എല്ലാരും ഇൻഡിവിജ്വൽ സ്പേസ് കൊടുത്ത് ജീവിക്കുന്നത്, വെളിയിൽ പോകുന്നത് ഇതൊക്കെ വെച്ച്. എന്നാലും അറ്റ് ദ എൻഡ് ഓഫ് ഡേ തിരിച്ച് ഇവിടെ വരണം എന്നല്ല ആഗ്രഹം. കമ്മിറ്റ്മെന്റ് ഉള്ള ലിവിംഗ് എല്ലാ കമ്മിറ്റ്മെന്റ് ഇതിനകത്ത് വീണു.